ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ തിരയും തീരവും. ജീസസ് മീറ്റ് സ്റ്റാൾ പൂട്ടി. പകരം പൂട്ടിക്കിടന്ന കൊല്ലപ്പറമ്പിൽ മീറ്റ് സ്റ്റാൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ജീസസ് സ്റ്റാളിൻ്റെ നടത്തിപ്പുകാരനായി നിയമിച്ചിരുന്ന മൈക്കേലിനെ അവിടെ നിന്ന് പിൻവലിച്ച് ശൗരിക്കുട്ടി ചെല്ലിക്കടപ്പുറത്തെത്തുന്ന മീൻ ലേലം വിളിക്കുന്ന ജോലി ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ദിവസം ശൗരിക്കുട്ടി ആംബുലൻസുമായി ചെന്ന് ലൈസാമ്മയെ അതിൽ കയറ്റി ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. അന്നു മുതൽ ചികിത്സയ്ക്കുള്ള ഏർപ്പാടുകളും ചെയ്തു. മേബിൾ ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് ബൈസ്റ്റാൻഡറായി നിന്നു. ഷീബയും ഡെന്നിച്ചനും തമ്മിലുള്ള വിവാഹക്കാര്യം പള്ളി വികാരിയുമായി സംസാരിച്ചതും മനസമ്മതത്തിൻ്റെയും കല്യാണത്തിൻ്റെയും തീയതികൾ തീരുമാനിച്ചതും ആൻ്റപ്പനായിരുന്നു. രണ്ടും ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്താനായിരുന്നു തീരുമാനം. മനസമ്മതം പ്രതിശ്രുത വധുവിൻ്റെ വീട്ടുകാരുടെ ചെലവിൽ നടത്തുന്നതാകയാൽ അത് ആഡംബരത്തോടുകൂടി നടത്താൻ തന്നെ ആൻ്റപ്പനും കുടുംബവും തീരുമാനിച്ചു. ഇതെല്ലാം ഔപചാരികമായി അറിയിക്കാൻ വേണ്ടി ആൻ്റപ്പൻ തന്നെ ഒരു ദിവസം എമിലിയുടെ വീട്ടിലെത്തി. വിവരങ്ങൾ അറിയിച്ചതോടൊപ്പം ഷീബയെയും ഡെന്നിച്ചനെയും വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്തു. ഡെന്നിച്ചനെയും ഷീബയെയും കാറിൽ കയറ്റി ആൻ്റപ്പൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടത് ശൗരിക്കുട്ടിയാണ്. അപ്പോൾ തന്നെ അവൻ മടങ്ങുകയും ചെയ്തു. ആൻ്റപ്പനും ജെയ്സമ്മയും മക്കളും വിഭവങ്ങളൊരുക്കി മകളെയും മരുമകനെയും വിരുന്നൂട്ടി. ഓരോരുത്തരുടെയും മനസ്സിൽ അവശേഷിച്ചിരുന്ന കാലുഷ്യത്തിൻ്റെ പൊടിപടലങ്ങൾ കൂടി മാഞ്ഞില്ലാതായി. അറയ്ക്കൽ ചാർലി സേവ്യറിൻ്റെ മുഖത്തുനിന്ന് അത്ഭുതം വിട്ടുമാറിയില്ല. ഇത്ര വേഗം ആൻ്റപ്പൻ ശൗര്യപക്ഷം ചേർന്നുവെന്നോ? അവർ തമ്മിലുള്ള എല്ലാ മുൻവൈരാഗ്യങ്ങളും അവസാനിച്ചുവെന്നോ? മകളുടെ കല്യാണത്തിന് അറയ്ക്കൽ ചാർലിയെയും കുടുംബത്തെയും ക്ഷണിക്കാൻ ചെന്നതായിരുന്നു ആൻ്റപ്പൻ. ഇതെന്തു പറ്റി നിങ്ങൾക്ക്? അപ്പനും മക്കൾക്കും ഇത്ര പെട്ടെന്ന് എല്ലാം മറക്കാൻ? ചാർലി സാറേ, നമുക്ക് ചില തെറ്റുകളൊക്കെ പറ്റി. ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? എൻ്റെ മോളും ഡെന്നിച്ചനുമായി ഇഷ്ടത്തിലാണെന്നറിഞ്ഞപ്പോൾ കെട്ടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഒന്നും വേണ്ട, അവനെ അങ്ങ് വെറുതെ വിട്ടാലും മതിയായിരുന്നു. ഇതിപ്പോൾ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചു പോയില്ലേ? തിരുത്തിയില്ലെങ്കിൽ പിന്നെയും പിന്നെയും കുഴപ്പങ്ങൾ കൂടത്തേ ഉള്ളൂ. മനസ്സമാധാനമില്ലെന്നേ, അതല്ലേ ഏറ്റവും വലുത്. ആൻ്റപ്പൻ്റെ കശാപ്പുകട പൂട്ടിപ്പോയി, അതായിരുന്നില്ലേ ഏറ്റവും വലിയ കുഴപ്പം? ചാർലി പരിഹാസസ്വരത്തിൽ പറഞ്ഞു. അത് പിന്നെയും സാരമില്ലായിരുന്നു. ആ ശൗരിയുണ്ടല്ലോ, പറഞ്ഞ പോലെ ചെയ്യും. സൈമൺ മുതലാളി പോലും പറഞ്ഞു പേടിപ്പിക്കത്തേയുള്ളൂ. ശൗരിക്കുട്ടി അങ്ങനല്ല. അവൻ്റെ വായിന്നൊരു സംഗതി വീണാൽ പിന്നെ അത് തിരുത്താൻ നോക്കണ്ട. ആൻ്റപ്പന് പേടി കിട്ടി, അതാ സംഗതി, ചാർലി പരിഹാസച്ചിരിയോടെ പറഞ്ഞു. 2 തവണ എൻ്റെ പീറ്ററിൻ്റെ വാരിയല്ലൊടിച്ചു. ശൗര്യയുടെ വല്യമ്മച്ചിയുടെ നെഞ്ചത്ത് ചവിട്ടിയതിൻ്റെ പകരം വീട്ടില്ല. എന്നെയും ജോമോനെയും വിടത്തില്ലെന്ന് പറഞ്ഞു. ഈ വാരിയല്ലൊക്കെ ഒടിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുക എന്ന് വെച്ചാൽ അത്ര സുഖമുള്ള ഏർപ്പാടല്ല. ഇതാ ഞാൻ പറഞ്ഞത് പേടി കിട്ടിയതാണെന്ന്. ചാർലി സാറിന് ചിരിക്കാം, അനുഭവിച്ചോർക്കല്ലേ അതിൻ്റെ കഷ്ടപ്പാടറിയത്തുള്ളൂ. എനിക്കെന്തു വരാനാ ആൻ്റപ്പ? സോണിമോളെ അവൻ കൊണ്ടുപോകും 3 തരം. ചാർലിയുടെ മുഖഭാവം മാറി. ഞാൻ ഈയിടെ ഒരു പെൺപെട്ടിയെ വാങ്ങി. അതിന് സോണി ഇന്ന് പേരിട്ടു. ശൗരി വന്ന് പെണ്ണ് ചോദിക്കുമ്പം അതിനെ പിടിച്ച് അവന് കൊടുക്കും. ചാർലി ശൗര്യത്തോടെ പറഞ്ഞു. സോണിപ്പെട്ടി ഇവിടെ നിൽക്കും, സോണിമോള് അവൻ്റെ കൂടെ പോകും. അതാ നടക്കാൻ പോണത്. ചാർലിക്ക് മുഷിഞ്ഞു. തനിക്കിപ്പോൾ അവൻ വലുതായിരിക്കും, എനിക്കത്ര വലുതല്ല, മനസ്സിലായോ? എന്നോടെന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ കല്യാണം വിളിക്കാൻ വന്നതാ. വിളിച്ചു. ചാർലി സാറും കുടുംബവും വരണം. നമുക്കത് വലിയ സന്തോഷമാ. ചാർലി അതിന് മറുപടി പറയാതെ മുഖം വീർപ്പിച്ചു നിന്നു. ഞാൻ ഇറങ്ങട്ടെ? ആൻ്റപ്പൻ എഴുന്നേറ്റ് സിറ്റൗട്ടിലിറങ്ങി. അവിടെ നിന്നും കൊണ്ടും തിരിഞ്ഞു നോക്കി പറഞ്ഞു. നമ്മളാരും വിചാരിച്ച പോലെയല്ല ശൗരിക്കുട്ടി. സ്നേഹിച്ച നല്ലവനാ, വെറുപ്പിച്ച പിശാശ. അവനറിയാത്ത മരുന്നും മന്ത്രവുമില്ല. അവനറിയാത്ത അഭ്യാസങ്ങളില്ല. അവനറിയാൻ മേലാത്ത സൂത്രപ്പണികളുമില്ല. പോലീസുകാരൊക്കെ ഇപ്പം അവൻ്റെ പക്ഷത്താ. അവൻ്റെ കൈ പൂത്ത പണമിരിപ്പുണ്ട്. നമ്മൾ ഇതുവരെ കണ്ട മുതലിനേക്കായാലും കൂടുതലാ കാണാത്ത മുതൽ. അവന് നല്ല ആൾബലമുണ്ട്. ഇവിടെ വന്ന് അടിക്കാൻ 50 പേരെ കൂട്ടിയ അവൻ ആന്ധ്രയിൽ നിന്ന് 500 പേരെ കൊണ്ടുവരും. അവരടിച്ചേച്ചും കടൽ വഴി അങ്ങ് പോകും. നമ്മളെന്നാ ചെയ്യാനാ? സൈമൺ മുതലാളി ആരുടെയെങ്കിലും മുന്നിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മുന്നിൽ മാത്രമാ. അതൊക്കെ മനസ്സിലിരിക്കുന്നത് നല്ലതാ. അതുകൊണ്ടാ പറഞ്ഞത്. ആൻ്റപ്പൻ മുറ്റത്തേക്കിറങ്ങി. മുറ്റത്ത് കാറിനരികെ പീറ്റർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആൻ്റപ്പൻ കാറിൽ കയറാനായി ഡോർ തുറന്നു. അപ്പോഴേക്കും ചാർലി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. ഒന്ന് സംശയിച്ചിട്ട് ആൻ്റപ്പൻ വീണ്ടും പറഞ്ഞു. ഒന്ന് ആലോചിച്ചു നോക്കിയ സൈമൺ മുതലാളിയുടെ മകനേക്കായാലും ഭേദം
ശൗരിക്കുട്ടി തന്നെയാ. പണവും പത്രാസും ആണത്വവും ധൈര്യവും കഴിവും ബുദ്ധിയും എല്ലാം അവനാ. അങ്ങനെ ഒരുത്തനെയല്ലേ നമുക്ക് വേണ്ടത്. ചാർലിയുടെ മറുപടി പ്രതീക്ഷിക്കാതെ ആൻ്റപ്പൻ കാറിൽ കയറി ഡോറടച്ചു. പീറ്റർ കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. അത് ഗേറ്റ് കടന്നുപോയി. സൈമൺ തരകനും റോയ് സൈമണും റോബിനുമെല്ലാം ആകെ പരിഭ്രാന്തിയിലായിരുന്നു. പുറംകടലിലേക്ക് പോയ ഫിഷിംഗ് ബോട്ടുകളെപ്പറ്റി വിവരമൊന്നുമില്ല. ഫോണിൽ ആരെയും കിട്ടുന്നില്ല. ബോട്ടിലെ വയർലെസ് സെറ്റും പരിധിയിൽ വരുന്നില്ല. ഒരു ബോട്ട് പോയിട്ട് 50 ദിവസമായി. മറ്റൊരെണ്ണം 42 ദിവസം മുൻപാണ് മത്സ്യബന്ധനത്തിന് പോയത്. 33 ദിവസം മുൻപ് പോയ മൂന്നാമത്തെ ബോട്ടിനെക്കുറിച്ചും വിവരമൊന്നുമില്ല. കടലിൽ കോളിളക്കവും കൊടുങ്കാറ്റും ഒന്നും ഉണ്ടായതായി ഒരു റിപ്പോർട്ടുമില്ല, റോയ് സൈമൺ പറഞ്ഞു. അവർ സംസാരിച്ചു നിൽക്കെ ആൻ്റപ്പൻ്റെ കാർ ഗേറ്റ് കടന്നു വന്ന് കാരക്കാട്ടെ വിശാലമായ മുറ്റത്ത് നിന്നു. ആൻ്റപ്പൻ ഡോർ തുറന്ന് ഇറങ്ങി വന്നു. ഞാനെൻ്റെ മോളുടെ കല്യാണം ക്ഷണിക്കാൻ വന്നതാ. കല്യാണ ക്ഷണക്കത്ത് നീട്ടിക്കൊണ്ട് ആൻ്റപ്പൻ പറഞ്ഞു. സൈമൺ തരകൻ മുഖമടച്ച് ഒരൊറ്റ ആട്ടാട്ടി. അധ്യായം 24. ഇത്രമേൽ കടുത്ത പ്രതികരണം ആൻ്റപ്പൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വീട്ടിൽ കയറി വരുന്നവരോട് മുതലാളി ഇങ്ങനെ പെരുമാറുമെന്ന് കരുതിയില്ല. ആൻ്റപ്പൻ മുഖം മുഷിഞ്ഞു പറഞ്ഞു. പക്ഷെ മുതലാളി ഒരു കാര്യം ഓർത്തോ? മുതലാളിയുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പം എൻ്റെ കൂടെയാ, ശൗരിക്കുട്ടി. അവന് ചില കണക്കൊക്കെ മുതലാളിയുടെ അടുത്ത് തീർക്കാനുണ്ട്. ഇതും കൂടി ഞാൻ ആ കണക്കിൽ ചേർത്തോളാം. വേറൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. എൻ്റെ വീട്ടിൽ കയറി വന്ന് വെല്ലുവിളിക്കുന്നോടെ നായേ, ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്, തെണ്ടി. കൈ ചൂണ്ടിക്കൊണ്ട് സൈമൺ തരകൻ ആക്രോശിച്ചു. ഇതുപോലൊരു വർത്തമാനം ശൗരിക്കുട്ടി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവസാനം അവൻ്റെ വീട്ടിൽ ചെന്ന് കാല് പിടിക്കേണ്ടി വന്നു എനിക്ക്. അതുപോലൊരു ദിവസം മുതലാളിക്കും വരും, ഒന്ന് ഓർത്തു വെച്ചോണേ. ആൻ്റപ്പൻ സിറ്റൗട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് കാറിൽ കയറി. കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. പപ്പ എന്തിനാ അയാളെ പിണക്കിയത്? റോയ് സൈമൺ ചോദിച്ചു. അല്ലെന്ന്, അവൻ കല്യാണം ക്ഷണിക്കാൻ വന്നേക്കുന്നു. അവൻ്റെ മോളും മറ്റേ തന്തയ്ക്ക് പിറക്കാത്തവൻ്റെ ചേട്ടനും തമ്മി പള്ളി വെച്ച് കെട്ടാൻ പോണത്രേ. പപ്പയോടുള്ള അടുപ്പം വെച്ചല്ലേ അയാൾ വന്ന് ക്ഷണിച്ചത്? എന്നോടുള്ള അടുപ്പം വെച്ചാണോടാ അയാളുടെ മോളും മറ്റവൻ്റെ വീട്ടിലെ അലവലാതിയും തമ്മിൽ കല്യാണം നടത്താൻ പോണത്? അവസാനം അവരെല്ലാം ഒന്നിച്ചു, ഞാൻ ഒറ്റ. അയാളും കൂടി ശത്രുപക്ഷത്തോട്ട് ചെല്ലുമ്പം ശൗരിയുടെ ബലം ഒന്നുകൂടെ കൂടില്ലേ? നമ്മുടെ ബലം കുറഞ്ഞ്. അത് മാത്രമാണോ നമ്മുടെ പല രഹസ്യങ്ങളും ആൻ്റപ്പൻ ചേട്ടനറിയാം. ഓ, ആ ഇറച്ചി വെട്ടുകാരൻ്റെ ബലം എനിക്ക് വേണ്ട. അവനെൻ്റെ രഹസ്യം അറിഞ്ഞുകൊണ്ട് എനിക്കിട്ട് എന്നാ പുളുത്താനാ? പോകാൻ പറ ചെറ്റയോട്. 2 അടി കിട്ടിയപ്പോഴേക്കും മറ്റേ പട്ടിയുടെ കാലിൽ ചെന്ന് വീണിരിക്കുന്നു, പേടിത്തൂറൻ. സൈമൺ തരകന് കലിയടങ്ങുന്നില്ല. ഈ നാട്ടിൽ ആരുടെ കല്യാണം നടന്നാലും ഇവിടെ വന്ന് ക്ഷണിക്കുന്നത് ഇവിടത്തുകാരുടെ നാട്ടുമര്യാദയല്ലേ? അതല്ലേ അയാളും ചെയ്തുള്ളൂ. എൽസമ്മ അഭിപ്രായപ്പെട്ടു. നിന്നോടാരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് മിണ്ടരുത്. സൈമൺ തരകൻ എൽസമ്മയെ താക്കീത് ചെയ്തു. കാരക്കാട്ട് കടുവയുടെ പല്ലു കൊഴിഞ്ഞെന്ന് നാട്ടുകാരടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ പറയാതിരിക്കും? തോൽവിയാണല്ലോ എല്ലായിടത്തും. ആരോടാ തോൽക്കുന്നത്? അതും ആളുകൾ പറയുന്നുണ്ട്. എൽസമ്മ വിടാൻ ഭാവമില്ലെന്ന മട്ടിലാണ് നിൽപ്പ്. നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടരുതെന്ന്? സൈമൺ തരകൻ കൈ ചൂണ്ടി. വീട്ടിലെ പെണ്ണുങ്ങളോട് ശൗര്യം കാണിച്ചാൽ മതിയോ? ആ ശൗര്യയുടെ അടുത്തോട്ട് ചെല്ല്, അവൻ തരും നല്ല മറുപടി. മമ്മി എന്തിനാണ് പപ്പയോട് വഴക്കിന് നിൽക്കുന്നത്? ശൗരിയൊന്നും പപ്പയുടെ മുന്നിൽ ആരുമല്ല. ചില മത്സരങ്ങളിൽ അവൻ ജയിച്ചെന്ന് വെച്ച് എപ്പോഴും ജയിക്കുമോ? അവൻ്റെ തോൽവി വരാനിരിക്കുന്നതേയുള്ളൂ. അവൻ്റെ കയ്യിലെ പൈസ തീരുമ്പം അവൻ്റെ മണപ്പും തീരും. അപ്പോഴും കാരക്കാടന്മാർ കോടീശ്വരന്മാരാ. അതറിയോ മമ്മിക്ക്? റോയ് സൈമൺ പപ്പയെ പിന്താങ്ങിക്കൊണ്ട് എൽസമ്മയോട് തർക്കിച്ചു. എവിടുത്തെ കോടീശ്വരൻ? 3 ഫിഷിംഗ് ബോട്ടിനും കൂടി എത്ര കോടിയാ മുടക്കിയത്? എല്ലാം കടമെടുത്തിട്ടല്ലേ ഫാക്ടറിയും ഐസ് പ്ലാന്റും പണിയുന്നതോ? ബോട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം മതി. 3 വർഷത്തിനകം കടമെല്ലാം അടച്ചു തീരും. പിന്നെ 3 ബോട്ടും ഫ്രീയാ. അതുമാത്രമല്ല, കാട്ടൂരും മാരാരിയിലും ഓമനപ്പുഴയിലുമൊക്കെ നമ്മുടെ വള്ളങ്ങളുണ്ട്. ചെല്ലിക്കടപ്പുറം മാത്രമേ കൈവിട്ടു പോയിട്ടുള്ളൂ, റോബിൻ പറഞ്ഞു. കടലിലോട്ട് പോയ ബോട്ടുകളെവിടെ? അതൊന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ, എൽസമ്മ ചോദിച്ചു. അതൊക്കെ വരും മമ്മി, വരാതെ എവിടെ പോകാൻ? റോയ് സൈമണ് അക്കാര്യത്തിൽ സംശയമേ ഇല്ല. ആർക്കറിയാം എന്തൊക്കെയാ സംഭവിക്കാൻ പോണേന്ന്? ആ ഫിഷിംഗ് ബോട്ടൊന്നും വാങ്ങേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. ശൗരിയോട് മത്സരിക്കാൻ നിങ്ങൾ അപ്പനും മക്കളും നോക്കിയാ തോറ്റുപോകത്തേയുള്ളെന്ന് ഞാൻ മുൻപേ പറഞ്ഞതാ, കേട്ടില്ല. നിന്റെ വായടച്ചു വയ്ക്കാൻ വേണ്ടി എന്നാ വേണം?
സൈമൺ തരകൻ യാചനാസ്വരത്തിൽ കളിയാക്കി ചോദിച്ചു. ഒന്നും വേണ്ട, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യ. എൽസമ്മ പിൻവാങ്ങി. ഡെന്നിച്ചനും ഷീബയും തമ്മിലുള്ള മനസമ്മതം ചേന്നവേലി പള്ളിയിൽ വെച്ച് നടന്നു. മനസമ്മത ചടങ്ങിന് ശേഷം ആൻ്റപ്പൻ അതിഥികൾക്ക് ഗംഭീരമായ സൽക്കാരം നൽകി. തൊട്ടടുത്ത ഞായറാഴ്ച ഡെന്നിച്ചനും ഷീബയും തമ്മിലുള്ള വിവാഹവും ആശീർവദിക്കപ്പെട്ടു. 2 യുവമിഥുനങ്ങൾ മാത്രമല്ല ഒന്നായത്. 2 കുടുംബങ്ങൾ, അവരുടെയെല്ലാം ബന്ധുക്കൾ. ശൗരിക്കുട്ടിയുടെ ബന്ധുബലം 10 മടങ്ങായി. ചെല്ലിക്കടപ്പുറത്തെ അനൗദ്യോഗിക തരകനിപ്പോൾ ശൗരിക്കുട്ടിയാണ്. വള്ളങ്ങളെല്ലാം അവൻ്റെ കീഴിലാണ്. കാരക്കാട്ട് സൈമൺ തരകന് അയാളുടെ തെങ്ങും പറമ്പിൽ മീൻ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിൻ്റെ പാർക്കിംഗ് ഫീസ് മാത്രം. ചെല്ലിക്കടപ്പുറം കൈവിട്ടു പോയതോടെ സൈമൺ തരകന് വരുമാനത്തിലും വലിയ ഇടിവ് സംഭവിച്ചു. മറ്റു കടപ്പുറങ്ങളിൽ ചില വള്ളങ്ങളുണ്ടെങ്കിലും കടലിൽ കാര്യമായ പണിയില്ല. രാത്രി മുഴുവൻ കടലിൽ അലഞ്ഞു തിരിഞ്ഞ് 3000-ഓളം രൂപയുടെ മണ്ണെണ്ണയും കത്തിച്ചിട്ട് കറിക്കുള്ള മീനുമായി മാത്രം അടങ്ങുന്ന വള്ളങ്ങളാണ് അധികവും. ശൗരിക്കുട്ടിയുടെ വള്ളങ്ങളും കടലിലെ വറുതി അനുഭവിക്കുകയാണ്. ശൗരിക്കുട്ടി ഇടയ്ക്കിടെ എമിലിയിലോ കുഞ്ഞന്നയിലോ കടലിൽ പോയി മീൻ പിടിക്കാറുണ്ട്. ഡെന്നിച്ചനും മൈക്കേലിനും കടപ്പുറത്തെ മീൻ ലേലവും കണക്കെഴുത്തുമാണ് ജോലി. സൈമൺ തരകൻ്റെ ഫിഷിംഗ് ബോട്ടുകൾ കടലിൽ അപ്രത്യക്ഷമായതിനെക്കുറിച്ച് തീരദേശ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. തീരസംരക്ഷണ സേനയും തീരദേശ പോലീസും ഒത്തുചേർന്ന് കടലിൽ വ്യാപകമായ തെരച്ചിൽ നടത്തി. 3 ബോട്ടുകളിലുമായി 42 മത്സ്യബന്ധന തൊഴിലാളികളുണ്ടായിരുന്നു. ബോട്ടുകൾ കാണാതായത് സംബന്ധിച്ച് പത്രങ്ങളിലും TV ചാനലുകളിലും വാർത്തകൾ വന്നു. സമുദ്ര അതിർത്തി ഭേദിച്ച് മത്സ്യബന്ധനം നടത്തുന്നതിനിടയിൽ ബോട്ടുകൾ ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിൽ പെട്ടിട്ടുണ്ടോ എന്നായിരുന്നു പോലീസിൻ്റെയും കോസ്റ്റ് ഗാർഡ്സിൻ്റെയും പ്രബലമായ സംശയം. ശ്രീലങ്കൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയെങ്കിലും ഇന്ത്യൻ ഫിഷിംഗ് ബോട്ടുകൾ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ തങ്ങൾ പിടിച്ചെടുത്തിട്ടില്ല എന്നാണ് അവിടെ നിന്ന് കിട്ടിയ വിവരം. ചിലപ്പോൾ ശ്രീലങ്കൻ ഗവൺമെൻറ് നൽകുന്ന മറുപടികൾ വിശ്വാസയോഗ്യമല്ലെന്ന് മത്സ്യബന്ധന തൊഴിലാളികൾക്കും ഇന്ത്യ ഗവൺമെൻറ്റിനും അറിവുള്ളതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ശ്രീലങ്കൻ നാവികസേന പിടിച്ചെടുക്കുന്ന മത്സ്യബന്ധന ബോട്ടുകളിലെ ജീവനക്കാരെ തടവിലാക്കിയ ശേഷം ബോട്ടുകൾ നശിപ്പിക്കുകയോ മുക്കിക്കളയുകയോ ചെയ്യാറുണ്ട്. സൈമൺ തരകൻ്റെ ഫിഷിംഗ് ബോട്ടുകളുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊരു സംശയം ബാക്കി നിന്നു. അങ്ങനെയാണെങ്കിൽ പല തീയതികളിൽ പല ഫിഷിംഗ് ഹാർബറുകളിൽ നിന്ന് പുറപ്പെട്ട ബോട്ടുകൾ 3ഉം ഒരേ വിധത്തിൽ അപ്രത്യക്ഷമായതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളത് ഒരു നിഗൂഢതയായി അവശേഷിച്ചു. ഓരോ ബോട്ടിലുമുണ്ടായിരുന്ന തൊഴിലാളികളുടെ ലിസ്റ്റ് പോലീസ് പരിശോധിച്ചുവെങ്കിലും അവ്യക്തമായ ചില സൂചനകൾ മാത്രമാണ് ലഭിച്ചത്. ആന്ധ്രാക്കാരായ മത്സ്യബന്ധന തൊഴിലാളികളായിരുന്നു 3 ബോട്ടിലും ഉണ്ടായിരുന്നത്. ചെറിയഴീക്കിൽ നിന്ന് പുറപ്പെട്ട ബോട്ടിൽ തോട്ടപ്പള്ളി സ്വദേശികളായ 2 തൊഴിലാളികൾ കയറേണ്ടതായിരുന്നു. അവർ ഹാർബറിൽ എത്തുന്നതിന് 2 മണിക്കൂർ മുൻപേ ആദ്യത്തെ ബോട്ട് പുറപ്പെട്ടു. കൊച്ചിയിൽ നിന്നുള്ള 3 മത്സ്യത്തൊഴിലാളികളെ അവസാന നിമിഷം ഒഴിവാക്കിയാണ് മട്ടാഞ്ചേരി ഹാർബറിൽ നിന്ന് 2ാമത്തെ ബോട്ട് പോയത്. അവിടെ ബോട്ടിൽ കയറാൻ വന്ന തൊഴിലാളികളെ അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികൾ നിർബന്ധിച്ച് പിന്തിരിപ്പിക്കുകയായിരുന്നു. മുൻപത്തു നിന്ന് പോയ ഫിഷിംഗ് ബോട്ടിൽ മലയാളികളായ 2 പേർ പോകേണ്ടതായിരുന്നു. പക്ഷേ പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം ബോട്ടിലെ മറ്റു ജീവനക്കാരും മറ്റ് 2 പേരും തമ്മിൽ കശപിശയുണ്ടായി. ചെറിയൊരു അടികലശൽ നടന്നു. മലയാളികളായ തൊഴിലാളികൾ ഇനി തെലുങ്കന്മാരോടൊപ്പം ജോലി ചെയ്യില്ലെന്ന് തീരുമാനിച്ച് അന്നേ ദിവസം വീട്ടിൽ തന്നെ ഇരുന്നു. ഇപ്പോൾ 3 ബോട്ടുകളും കടലിൽ അപ്രത്യക്ഷമായി എന്നറിഞ്ഞപ്പോൾ പോകാൻ പറ്റാത്ത തൊഴിലാളികൾക്കെല്ലാം എന്തെന്നില്ലാത്ത ആശ്വാസമാണ് തോന്നിയത്. തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടില്ലല്ലോ. കാണാതായ ബോട്ടുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം മുന്നോട്ട് നീങ്ങവേ പോലീസിനെ കുഴക്കിയ സംഗതി ഇതുവരെ ഏതെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായതായോ മരണം സംഭവിച്ചതായോ യാതൊരു പരാതികളും ലഭിച്ചിട്ടില്ല എന്നതായിരുന്നു. 42 മത്സ്യത്തൊഴിലാളികൾ എവിടെ പോയി മറിഞ്ഞു? അവർ ആരൊക്കെയാണ്? അവർക്ക് എന്താണ് സംഭവിച്ചത്? 42 മത്സ്യബന്ധന ജീവനക്കാരുടെ ഉറ്റവരും ഉടയവരും എവിടെയാണ്? അവർക്ക് നഷ്ടപ്പെട്ടവരെക്കുറിച്ച് പരാതികളില്ലേ? തീരദേശ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബോട്ടിൽ പണിയെടുക്കാൻ വന്ന അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികളുടെ അഡ്രസ് വെച്ച് അന്വേഷണം നടത്തി. ആ അന്വേഷണം ആന്ധ്രയുടെ കടൽ തീരങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. അന്വേഷണത്തിനൊടുവിൽ ചില കാര്യങ്ങൾ പോലീസിന് മനസ്സിലായി. ബോട്ടുകളിലെ തൊഴിലാളികളുടെ ID കാർഡുകളും വിലാസങ്ങളുമെല്ലാം വ്യാജമായിരുന്നു. വിലാസക്കാരനെ അന്വേഷിച്ച് ചെന്നെടുത്തെന്നൊന്നും ആ പേരിൽ ഒരാളോ വീടോ ബന്ധുക്കളോ ഒന്നുമില്ല.
ആന്ധ്രാക്കാരനായ ഒരൊറ്റ മത്സ്യത്തൊഴിലാളിയെപ്പോലും കാണാതായതായി പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാൻ മിസ്സിംഗ് ഗണത്തിലുള്ള പരാതിയും ലഭിച്ചിട്ടുമില്ല. അതിൻ്റെയെല്ലാം അർത്ഥം ഇങ്ങനെ ഗണിച്ചെടുക്കാമായിരുന്നു. സൈമൺ തരകൻ്റെ ബോട്ടുകളിലെ മീൻപിടുത്തക്കാർ വ്യാജ നാമധാരികളും കപട മേൽവിലാസക്കാരുമായിരുന്നു. ബോട്ടുകൾ കടത്തിക്കൊണ്ടു പോവുകയോ മുക്കിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ മലയാളികളായ തൊഴിലാളികളെ അവർ പലവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ബോട്ടുകളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കേരളത്തിലെ ഹാർബറുകളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 3 ബോട്ടുകളെയും കടലിൽ പലയിടത്തും വെച്ച് മറ്റ് ബോട്ടുകളിലെയും വള്ളങ്ങളിലെയും മത്സ്യത്തൊഴിലാളികൾ കണ്ടിട്ടുണ്ട്. ആഴക്കടലിൽ വെച്ച് ആ ബോട്ടുകൾ കണ്ടു. കപ്പലുകൾ പോലുണ്ട്. എന്നിരുന്നാലും ആ ബോട്ടുകൾ തിരിച്ച് തീരത്തേക്ക് വരുന്നതായി ആരും കണ്ടിട്ടില്ല. കേരളത്തിൻ്റെയോ ഇതര സംസ്ഥാനങ്ങളുടെയോ തീരക്കടലുകളിൽ വെച്ച് ആ ബോട്ടുകളെ ആരും കണ്ടിട്ടില്ല. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരപ്രദേശങ്ങളിലെ ഹാർബറുകൾ പോണ്ടിച്ചേരി മുതൽ ശ്രീകാകുളം വരെയും അറബിക്കടലിൻ്റെ തീരപ്രദേശങ്ങളായ കൊച്ചി മുതൽ മുംബൈ വരെയും അന്വേഷണം വ്യാപിപ്പിച്ചുവെങ്കിലും കാണാതായ ആ 3 ബോട്ടുകൾ ഒരിടത്തും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ 3 ബോട്ടുകളുടെ തിരോധാനം ഒരു യക്ഷിക്കഥ പോലെ നിഗൂഢമായി അവശേഷിച്ചു. തീരദേശ പോലീസ് എത്തിച്ചേർന്ന നിഗമനങ്ങളിൽ ചിലത് ഇങ്ങനെയൊക്കെയായിരുന്നു. ഇൻഷുറൻസ് പണം തട്ടാൻ വേണ്ടി സൈമൺ തരകൻ ബോട്ടുകൾ 3 പുറംകടലിൽ മുക്കിക്കളഞ്ഞിരിക്കാം. ബോട്ടിലെ തൊഴിലാളികളെ മറ്റേതെങ്കിലും ബോട്ടിൽ കയറ്റി രക്ഷപ്പെടുത്തിയ ശേഷമായിരിക്കാം ഇങ്ങനെ ചെയ്തത്. അതല്ലെങ്കിൽ സൈമൺ തരകൻ്റെ ശത്രുക്കൾ ബോട്ടുകൾ 3 കടലിൽ മുക്കിത്താഴ്ത്തിയതാവാം. പക്ഷേ അപ്പോൾ ബോട്ടിലെ തൊഴിലാളികളെ ആര് രക്ഷിച്ചുവെന്ന നിഗൂഢതയ്ക്ക് ഉത്തരമില്ല. അടുത്ത നിഗമനം സൈമൺ തരകൻ്റെ ബോട്ടുകൾ ഏതെങ്കിലും അജ്ഞാത ഡോക്കിൽ കൊണ്ടുപോയി ആരും അറിയാതെ പൊളിച്ചടുക്കിയിരിക്കാം. ബോട്ടിലെ തൊഴിലാളികൾ വൻപിച്ച തുക പ്രതിഫലമായി പറ്റിക്കൊണ്ട് അതിന് കൂട്ടുനിന്നിരിക്കാം. എന്തായാലും ബോട്ടുകളുടെ തിരോധാനത്തിന് പിന്നിൽ അതിസൂക്ഷ്മമായ ഒരു പ്ലാനിംഗ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ പോലീസിന് യാതൊരു സംശയവുമില്ലായിരുന്നു. ആ സംശയം ബോട്ടുകൾ എവിടെ നിന്ന് വാങ്ങി, ആരോട് വാങ്ങി, ആരൊക്കെയായിരുന്നു ഇടനിലക്കാർ, ബോട്ടിലേക്ക് ആന്ധ്രാക്കാരായ തൊഴിലാളികളെ നിർദ്ദേശിച്ചത് ആര് ഇത്യാദി അന്വേഷണങ്ങളിലേക്ക് പോലീസിനെ നയിച്ചു. കൊച്ചിൻ ഫൈനാൻസിയേഴ്സ് മാനേജർ ബേബി കുരുവിളയാണ് ബോട്ട് വാങ്ങാൻ ഏജന്റുമായി പരിചയപ്പെടുത്തിയതെന്ന് സൈമൺ തരകനും ആൺമക്കളും പോലീസിനോട് വെളിപ്പെടുത്തി. പോലീസ് ബേബി കുരുവിളയെ ചോദ്യം ചെയ്തു. തനിക്ക് ബോട്ട് നിർമ്മിക്കുന്ന കമ്പനികളുമായോ ബോട്ട് വിൽക്കുന്ന ഏജൻസികളുമായോ യാതൊരു പരിചയവുമില്ലെന്ന് ബേബി കുരുവിള പറഞ്ഞു. സൈമൺ മുതലാളി ഫിഷിംഗ് ബോട്ടുകൾ വാങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഗൂഗിൾ സൈറ്റിൽ കയറി ബോട്ടുകളെക്കുറിച്ച് അന്വേഷിച്ചുവെന്നും വിൽക്കാനുള്ള ചില ബോട്ടുകളുടെ അഡ്രസ്സും ഫോൺ നമ്പറും സംഘടിപ്പിച്ച് സൈമൺ തരകന് കൊടുത്തുവെന്നും ബേബി കുരുവിള വെളിപ്പെടുത്തി. താനും കൂടി ചേർന്നാണ് പല ബോട്ടുടമകളെയും വിളിച്ചു സംസാരിച്ചത്. അതിനിടയിൽ ഒരു ഏജന്റിൻ്റെ നമ്പർ കിട്ടി. അത് സൈമൺ മുതലാളിക്ക് കൈമാറി. ആ ഏജന്റ് മുഖേനയാണ് സൈമൺ മുതലാളി ബോട്ടുകൾ വാങ്ങിയത്. ബേബി കുരുവിള പറഞ്ഞതെല്ലാം സൈമൺ തരകനും സമ്മതിച്ചു. ഏജന്റിനെ കാണാൻ വിശാഖപട്ടണത്തേക്ക് പോയതും ബോട്ടുകൾ കണ്ടതും വിലയ്ക്ക് വാങ്ങിയതും സൈമൺ തരകനും ആൺമക്കളും കൂടിയാണ്. ആ ഏജന്റിനെ ബേബി കുരുവിളയ്ക്ക് നേരിട്ട് പരിചയമില്ല. അയാളുടെ ഫോൺ നമ്പറും കൈവശമില്ല. സൈമൺ തരകൻ്റെ കൈവശം ഏജന്റിൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അതുവെച്ച് ഏജന്റിനെ തപ്പിയെടുക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തി. അങ്ങനെയൊരു ഫോൺ നമ്പർ നിലവിലില്ലെന്നായിരുന്നു അതിൽ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി. പോലീസ് വീണ്ടും ഇരുട്ടിലായി. പ്രധാനപ്പെട്ട കണ്ണി വിട്ടുപോയിരിക്കുന്നു. ബോട്ട് വാങ്ങിക്കൊടുത്ത ഏജന്റും ബോട്ടിലേക്ക് ജീവനക്കാരെ എത്തിച്ചു കൊടുത്ത ഏജന്റും ഒരാൾ തന്നെ. അയാളെപ്പറ്റി യാതൊരു വിവരവുമില്ല. അങ്ങനെയൊരാൾ ഉണ്ടായിരുന്നോ എന്ന് പോലും ആർക്കും അറിയില്ല. ആ ഏജന്റ് ഒരു വ്യാജനോ ആൾമാറാട്ടക്കാരനോ ആയിരുന്നിരിക്കാം എന്ന് പോലീസ് കണക്കുകൂട്ടി. എന്നാൽ അവരെക്കൊണ്ടെല്ലാം ഇത്ര സൂക്ഷ്മമായി ഈ നാടകം കളിപ്പിച്ച ഒരു സൂത്രധാരൻ, ഒരു സൂപ്പർ ബുദ്ധിശാലി ഉണ്ടാവാതെ തരമില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു. ചിലന്തി വല നെയ്യുന്ന പോലെ ഇതെല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അവൻ്റെ മസ്തിഷ്കമാണ്. പക്ഷേ ഏജന്റ് എന്ന കണ്ണി അറ്റുപോയതോടെ പോലീസിൻ്റെ അന്വേഷണ സൂചികകൾ തമ്മിൽ കൊരുത്ത് കെട്ടുപിണഞ്ഞുപോയി. സൈമൺ തരകൻ്റെ ബോട്ടുകൾ കാണാതായതും പോലീസ് അന്വേഷണവും എല്ലാം അറിഞ്ഞിട്ട് ഒരു ദിവസം ശൗരിക്കുട്ടി അർത്തുങ്കൽ SI ജോൺസണോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു, കള്ളന് കഞ്ഞി വെച്ചവനല്ലേ സൈമൺ തരകൻ. അയാൾ മനഃപൂർവ്വം ബോട്ട് മുക്കിയതാ. കോടികളുടെ ഇൻഷുറൻസ് തട്ടിയെടുക്കലായിരുന്നു ഉദ്ദേശം. അത്രയ്ക്ക് ബുദ്ധിയൊന്നും സൈമൺ തരകനില്ല ശൗരി. സൈമൺ തരകൻ്റെ ബോട്ട് മുക്കാനും അയാളെ തകർക്കാനുമുള്ള ബുദ്ധി ഉദിക്കാൻ പാകത്തിന് ഒരൊറ്റ തലയെ ഇന്നീ ലോകത്തുള്ളൂ. ആ തല ഇരിക്കുന്നത്
ചെല്ലിക്കടപ്പുറത്തെ ശൗരിക്കുട്ടി എന്നു പേരുള്ള ഒരുത്തൻ്റെ കഴുത്തിന് മുകളിലാണ്. അത് കേട്ടപാടെ ശൗരിക്കുട്ടി വലിയൊരു തമാശ ആസ്വദിക്കുന്ന പോലെ ഒച്ച വെച്ച് ചിരിച്ചു. മറുവശത്ത് ജോൺസണ് ചിരിയൊന്നും വന്നില്ല. സൈമൺ മുതലാളിക്ക് ഇൻഷുറൻസ് പൈസ കിട്ടുമോ? അയാൾ ചോദിച്ചു. കിട്ടത്തില്ല സാറേ, കിട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ബോട്ടുകൾ കാണാതായതിൽ ദുരൂഹതയുണ്ട്. സൈമൺ മുതലാളി വീഴാൻ ഇനി എത്ര സമയമെടുക്കും? ഇപ്പം തന്നെ കോടികളുടെ കടക്കാരനായല്ലോ. അയാൾ ഉടനെയൊന്നും വീഴത്തില്ല സാറേ. രാവണന 10 തലയുണ്ട്. ഓരോ തലയുടെ മർമ്മത്ത് തന്നെ അടിക്കണം. ഇനി എത്ര തലയുണ്ട് ബാക്കി? എനിക്കെങ്ങനെ അറിയാം? സാറ് ചുമ്മാ കളിയാക്കല്ലേ. ബോട്ടൊക്കെ ഏത് ഡോക്കിൽ കൊണ്ടുപോയാ പൊളിച്ചടുക്കിയത്, അല്ലെങ്കിൽ മുക്കിയത്? സാറ് ചുമ്മാ തമാശ പറയാതെ വെച്ചിട്ട് പോ സാറേ. ശൗരിക്കുട്ടി ഒച്ചവെച്ച് ചിരിച്ചുകൊണ്ട് കോൾ കട്ട് ചെയ്തു. കള്ള നായിൻ്റെ മോൻ. ജോൺസൺ ഫോണിലേക്ക് നോക്കി പിറുപിറുത്തു. പിന്നെ സൈമൺ തരകൻ്റെ ഫോണിലേക്ക് വിളിച്ചു. സൈമൺ തരകനെ ലൈനിൽ കിട്ടിയപ്പോൾ SI പറഞ്ഞു. ഞാനാ ജോൺസൺ, അർത്തുങ്കൽ സ്റ്റേഷനിൽ നിന്ന്. ഓ, താനൊക്കെ ഇപ്പം മറ്റേ ചെറ്റയുടെ കൂടെയല്ലേ? ഞാൻ ആരുടെ കൂടെയെങ്കിലും ആയിക്കോട്ടെ. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ബോട്ടുകൾ 3 പോയല്ലോ. ഇനി അത് കിട്ടത്തില്ലെന്ന് ഉറപ്പായില്ലേ? വേണ്ടടോ, എനിക്ക് ഇൻഷുറൻസ് കിട്ടിയാൽ മതി. കോപ്പ് കിട്ടും മുതലാളിക്ക്. വെച്ചിട്ട് പോടാ. നീ എന്നോട് സംസാരിക്കാറായോ? ഒച്ച വയ്ക്കണ്ട. ഇപ്പോഴും സിംഹമാണെന്ന വിചാരം. ഗർജനമൊക്കെ പണ്ട്. ഇത് വെറും മോങ്ങല. രൂപ എത്ര കോടി പോയി കിട്ടി? മറുവശത്ത് മിണ്ടാട്ടമില്ല. 3-3.5 കോടിയെങ്കിലും പോയില്ലേ? ആ ഫാക്ടറിയും ഐസ് പ്ലാന്റും പാതി വഴിക്ക് കിടക്കുമല്ലേ? മുതലാളിയുടെ കള്ളും ചോറും കുറെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് പറയുക. ആ ശൗരിയുണ്ടല്ലോ, അവൻ കരിമൂർഖനാ. രാജവെമ്പാല ചവിട്ടിയതൊക്കെ പോട്ടെ, അവൻ്റെ അടുത്ത് ചെന്ന് കോംപ്രമൈസ് ആകാൻ നോക്ക്. എൻ്റെ പട്ടി പോകും അവൻ്റെ അടുത്ത് കോംപ്രമൈസിന്. ഞാനാര്, അവനാര്? ചെല്ലിക്കടപ്പുറത്ത് ഇന്നലത്തെ തിരക്ക് വന്നടിഞ്ഞ ചാളക്കുഞ്ഞ്. തലയിൽ ഇത്തിരിയെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ പോയി കോംപ്രമൈസ് ആകുക. ഇല്ലെങ്കിൽ ജനിപ്പിച്ച തന്തയാണെന്നൊന്നും അവൻ നോക്കില്ല. മുതലാളി ഉടുത്ത കോണകം കൂടെ അവൻ ഉരിഞ്ഞുകളയും. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, വെക്കട്ടെ. സൈമൺ തരകൻ എന്തെങ്കിലും പറയും മുൻപേ ജോൺസൺ കോൾ കട്ട് ചെയ്തു. അയാൾക്ക് ആരോടൊക്കെയോ കലശലായ ദേഷ്യം തോന്നി. മേശയിൽ മുഷ്ടിവെച്ച് ഒരിടി കൊടുത്തു. അധ്യായം 25. കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ കാർപോർച്ചിൽ കാർ നിർത്തി. റോയ് സൈമണും റോബിനും ഇറങ്ങി. അവർ ഹാളിലേക്ക് കയറി ചെല്ലുമ്പോഴേക്ക് മുകളിൽ നിന്ന് കോണിപ്പടി ഇറങ്ങി സൈമൺ തരകൻ താഴെ വിശാലമായ ഹാളിലേക്ക് വന്നു. പോയിട്ടെന്തായടാ? അയാൾ ആകാംക്ഷയോടെ തിരക്കി. ഒരു രക്ഷയുമില്ല പപ്പ. ഇൻഷുറൻസുകാർ ചോദിക്കുമ്പം നമുക്ക് മറുപടിയില്ല. അവരെന്നാ ചോദ്യമാ ചോദിച്ചത്? സൈമൺ തരകന് ദേഷ്യം വന്നു. ബോട്ടുകൾ കടലിൽ വെച്ച് തകർന്നു പോയെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണണ്ടേ? കോസ്റ്റ് ഗാർഡ്സും നേവിയും കോസ്റ്റൽ പോലീസും ഒക്കെ എന്തുമാത്രം തിരഞ്ഞതാ. ഒരു പൊടി പോലും കിട്ടിയില്ല. അതിലുണ്ടായിരുന്ന തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ട് മരിച്ചെങ്കിൽ ഒരു ഡെഡ് ബോഡിയെങ്കിലും കരയ്ക്കടിയണ്ടേ? 42 പേര്. ശവമൊന്നും കിട്ടണമെന്നില്ല. കടലിൽ എന്തെല്ലാം ജീവികളുള്ളതാ. ആയിരക്കണക്കിന് സ്രാവുകളുള്ള കടലുണ്ട്. അങ്ങോട്ട് 50 അല്ല 500 പേരെ ഇട്ടുകൊടുത്താലും അരമണിക്കൂറിനകത്ത് അവറ്റകളെ വെട്ടുവിഴുങ്ങിക്കളയും. സൈമൺ തരകൻ തർക്കിച്ചു. പപ്പ അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ബോട്ടിൽ കയറിപ്പോയിട്ട് കാണാതായെന്ന് പറയുന്ന മനുഷ്യരുടെ എന്തെങ്കിലും ഒരടയാളം കിട്ടണ്ടേ? എടാ റോയി, പണ്ട് കൈരളിയെന്ന് പേരുള്ള ഒരു വലിയ കപ്പൽ തന്നെ കാണാതായി. ഒരറിവും കിട്ടിയിട്ടില്ല. ഒരു കപ്പൽ മുങ്ങിയ അതിൻ്റെ എന്തെങ്കിലും ലക്ഷണം കാണണ്ടേ? 49 പേരുണ്ടായിരുന്നു കൈരളിയിൽ. അതിനെന്താ സംഭവിച്ചത്? ആർക്കറിയാം. 20,000 ടൺ ഇരുമ്പയിരുമായിട്ട് പോയതാണ്. അങ്ങനൊക്കെ സംഭവിക്കാറുണ്ട് കടലിൽ. എവിടെ ചെന്ന് തിരയും? ലോകത്തിൻ്റെ 2/3 ഭാഗവും കടലല്ലേ? എൻ്റെ ബലമായ സംശയം അവർ പാകിസ്ഥാൻകാരുടെ കടലിലോട്ട് വഴിതെറ്റിപ്പോയി കാണും. അവരുടെ കൈ കിട്ടിയാൽ പിന്നെ ബോട്ട് കിട്ടൂല. ആളുകളെയും ജീവനോട് കിട്ടൂല. ചുമ്മാ വെടിവെച്ച് കടലിൽ തള്ളിയിട്ട് ബോട്ടുമായിട്ട് പോകും. റോബിൻ പറഞ്ഞു. അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ അവർക്ക്. ശ്രീലങ്കക്കാരുടെ പട്ടാളം പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ പിന്നെയും വിശ്വസിക്കാം. മാത്രമല്ല, വഴിതെറ്റി 3 ബോട്ടും ഒരേ സ്ഥലത്തോട്ട് തന്നെ പോകുമോ? എടാ, തലയ്ക്കകത്ത് എന്തെങ്കിലും ബുദ്ധി വേണ്ടേ? ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ സൈമൺ തരകന് ദേഷ്യം പിടിച്ചു. എന്നാ ബുദ്ധിയുള്ള പപ്പ പറ. ഇൻഷുറൻസുകാരെന്താ പറയണത്? നമുക്ക് കാശ് കിട്ടുമോ ഇല്ലയോ? ബോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുറപ്പാണല്ലോ. പിന്നെന്താ അവർക്ക് പൈസ തരാനിത്ര മടി? അവരുടെ വീട്ടിൽ നിന്നല്ലല്ലോ കൊണ്ടുവന്ന് തരണത്. പപ്പ, എങ്ങനെ നമുക്ക് ഇൻഷുറൻസ് ക്യാഷ് തരാതെ പറ്റിക്കാമെന്നാണ് അവരുടെ ആലോചന. നമ്മൾ പറയുന്ന മനുഷ്യർ ഒരിടത്തും മിസ്സായിട്ടില്ല. അവരുടെ ഭാര്യയും മക്കളും ബന്ധുക്കളുമൊക്കെ നിലവിളിച്ചോണ്ട്
പരാതിയുമായിട്ട് അതത് സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമൊക്കെ ചെല്ലണ്ടേ? ആരും ചെന്നിട്ടില്ല. ആർക്കും ഒരു പരാതിയുമില്ല. ഒരാളെപ്പോലും മിസ്സായതായി ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് ഇൻഷുറൻസുകാർ ചോദിക്കുന്നത്. നമ്മൾ ഇൻഷുറൻസ് പൈസ തട്ടാൻ വേണ്ടി മനഃപൂർവ്വം കടലിൽ എവിടെങ്കിലും കൊണ്ടുപോയി ബോട്ടുകൾ മുക്കിക്കളഞ്ഞെന്നാണ് അവർക്ക് സംശയം. റോബിൻ വിശദീകരിച്ചു. അവർ ചോദിക്കുന്നതിലും കാര്യമുണ്ട് പപ്പ. ബോട്ടിലുണ്ടായിരുന്നെന്ന് നമ്മൾ പറയുന്ന തൊഴിലാളികൾ എവിടെ പോയി? അവരൊക്കെ ആരാ? അതിനൊരു ഉത്തരം കിട്ടണ്ടേ? ഇവിടെ തന്നിരുന്ന അഡ്രസ്സും ഫോണും ID കാർഡിൻ്റെ കോപ്പിയും എല്ലാം ഫേക്കാണെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞല്ലോ. റോയ് സൈമൺ ഒന്നുകൂടി വ്യക്തമാക്കി. ചുരുക്കം പറഞ്ഞ നമ്മുടെ ഇൻഷുറൻസ് കാശ് ചില്ലി പോലും കിട്ടത്തില്ല. കിട്ടും, നമ്മൾ തെളിയിക്കണം. ബോട്ടുകൾ കടലിൽ അപകടത്തിൽപ്പെട്ട് മുങ്ങിയെന്നും അതിലുണ്ടായിരുന്ന ആളുകൾ മരിച്ചെന്നും അവരുടെയൊക്കെ അഡ്രസ്സും കൊടുക്കണം. റോബിൻ വെളിപ്പെടുത്തി. എടാ, രൂപ 2-4 ലക്ഷമല്ല, കോടികളാ ഈ കാരക്കാട്ട് ബംഗ്ലാവ ഈട് കൊടുത്തേക്കണത്. ഫാക്ടറിയും ഐസ് പ്ലാന്റും പണിയാൻ വേണ്ടി തെങ്ങും പറമ്പും പണയം വെച്ചു. ഇതൊക്കെ തിരിച്ചടയ്ക്കണ്ടേ? പപ്പ, കൊച്ചിൻ ഫിനാൻസുകാരോട് ചെന്ന് പറ, കുറച്ച് ഇളവ് ചെയ്തു തരണമെന്ന്. പപ്പയുമായിട്ട് വലിയ അടുപ്പമല്ലേ അതിൻ്റെ മാനേജർ? അയാളാണല്ലോ എന്നെ ഇതിലൊക്കെ വലിച്ചിട്ടത്. ബോട്ടുകൾ വാങ്ങാനും ഫാക്ടറി പണിയാനും. ഞാൻ അന്നേ പറഞ്ഞതാ. കേട്ടുകൊണ്ട് നിന്ന എൽസമ്മ കുറ്റപ്പെടുത്തി. നമ്മുടെ സമയം ചീത്തയാണ്. കണ്ണുമടച്ച ആരെയും വിശ്വസിക്കരുത്. കോടിക്കണക്കിന് രൂപ മുടക്കി ഫിഷിംഗ് ബോട്ടുകൾ വാങ്ങരുത്, ഫാക്ടറി പണിയരുത് എന്നൊക്കെ ആര് കേൾക്കാൻ? എടി, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനിറങ്ങുമ്പം ചെയ്യരുതെന്നല്ലാതെ ചെയ്യണമെന്ന് നീ ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ? സൈമൺ തരകൻ ഭാര്യയുടെ നേർക്ക് തട്ടിക്കയറി. നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെങ്ങനാ ചെയ്യാൻ പറയണത്? ആ ശൗര്യയോട് യുദ്ധത്തിന് പോകരുതെന്ന് എത്ര തവണ പറഞ്ഞു? എന്നിട്ടെന്തായി? എല്ലായിടത്തും തോറ്റു. ചെല്ലിക്കടപ്പുറത്തെ തരകനിപ്പോൾ ശൗര്യ. അവനോട് കളിച്ച കളിയല്ലേ ഈ തോൽവിയുടെല്ലാം കാരണം. മിണ്ടിപ്പോകരുത്, പൊയ്ക്കോ എൻ്റെ മുമ്പിന്ന്. വിവരം കെട്ടവള് ഗുണദോഷിക്കാൻ വന്നേക്കണോ? സൈമൺ തരകൻ ആക്രോശിച്ചു. പപ്പ, ഒന്നാലോചിച്ചു നോക്കിയാ ഇതിൻ്റെ എല്ലാം പുറകിൽ അവനാ. ആ SI പറഞ്ഞത് ശരിയാ, റോയ് സൈമൺ പറഞ്ഞു. 10 വർഷത്തെ പരിചയമുണ്ട് ആ തെണ്ടിക്ക് ആന്ധ്രക്കാരുമായിട്ട്. നമ്മൾ അവിടെ തന്നെ പോയി ബോട്ടുകൾ വാങ്ങി. ചിലപ്പോൾ അവിടെയുള്ള അവൻ്റെ പരിചയക്കാരായിരിക്കും നമ്മുടെ ബോട്ടിലെ തൊഴിലാളികളായിട്ട് വന്നത്. സൈമൺ തരകൻ നിമിഷങ്ങളോളം ആലോചിച്ചു നിന്നു. എന്നിട്ട് വിസമ്മതാർത്ഥത്തിൽ തലയാട്ടി. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. നമുക്ക് പണിക്കാരെ ഏർപ്പാടാക്കി തന്നത് ഒരു ഏജന്റാ. ആ ഏജന്റിന് ശൗര്യയെ ഒരു പരിചയവുമില്ല. ഞാൻ അയാളോട് ചോദിച്ചതാണല്ലോ. ശൗരി എന്ന പേരുള്ള ഒരുത്തൻ ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടി ആന്ധ്രായി വന്ന് 10 കൊല്ലം താമസിച്ചിട്ടുണ്ടെന്ന്. അയാൾ കൈമലർത്തി. ശൗരി എന്നൊരു പേര് കേട്ടിട്ട് പോലുമില്ലെന്നാ പറഞ്ഞത്. ഈ ആന്ധ്രയുടെ കടലുണ്ടല്ലോ, അത് കേരളത്തിനേക്കായാലും വിസ്താരത്തിലാ. അയാൾ പറഞ്ഞത് കള്ളമാണോന്ന് നമുക്കെങ്ങനെ അറിയാം? ഇപ്പോൾ ഏജന്റിൻ്റെ ഫോൺ നമ്പർ പോലും ഇല്ലല്ലോ. വിളിക്കുമ്പോൾ ഔട്ട് ഓഫ് സർവീസ്. അയാൾ തന്ന ഫോൺ നമ്പർ മാത്രമല്ല, അഡ്രസ്സും വ്യാജമല്ലേ. മഷിയിട്ട് നോക്കിയാലും അറിയാൻ പറ്റില്ലല്ലോ അയാൾ എവിടെ പോയെന്ന്. റോയ് സൈമൺ ചോദിച്ചു. എടാ റോയി, ഏജന്റിനെ പരിചയപ്പെടുത്തി തന്നത് കൊച്ചിൻ ഫിനാൻസിൻ്റെ മാനേജരാ, ബേബി കുരുവിള. അയാൾ ഞാനുമായിട്ട് നല്ല ബന്ധമാ. അയാളല്ലേ എനിക്കത്രയും ലോൺ തന്നത്. വേറെ ഏതെങ്കിലും ബാങ്കുകാർ തരുമോ? പപ്പ, അയാളും ശൗര്യയുടെ ആളാണെങ്കിലോ? റോയി, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ല. ആ മാനേജർക്ക് ശൗര്യനെ കണ്ണെടുത്ത കണ്ടുകൂടാ. അവൻ ലോണിന് ചെന്നിട്ട് അയാൾ കൊടുത്തില്ല. പുതുപ്പണക്കാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന ബേബി കുരുവിള പറഞ്ഞത്. പപ്പ, എന്തായാലും ഒരു കാര്യം എനിക്കുറപ്പാ. നമുക്ക് പറ്റിയ നഷ്ടങ്ങളുടെ എല്ലാം പുറകിൽ അവനാ ശൗരി. അവൻ്റെ കൈയുണ്ട് എല്ലായിടത്തും. പപ്പ ആദ്യം മുതലേ ആലോചിച്ചു നോക്കിക്കോ. അപ്പം മനസ്സിലാകും. അവൻ്റെ തല നിറച്ച് പപ്പയോടുള്ള പകയാ. ഇവിടെ വന്ന് വെല്ലുവിളിച്ചതല്ലേ അവൻ നമ്മളെ നശിപ്പിക്കുമെന്ന്. റോബിൻ ഓർമ്മിപ്പിച്ചു. ഇത് ഞാൻ എന്നു മുതലേ പറയുന്നതാ, അവനെ വെറുതെ വിട്ടേക്കാൻ. അവനൊരു നിക്കറുമിട്ടോണ്ട് ചെല്ലിക്കടപ്പുറത്തൂടെ നടക്കുന്ന കാലത്തും ഞാൻ പറഞ്ഞതാ, അവന് സഹായമൊന്നും ചെയ്യണ്ട, ഉപദ്രവിക്കാതിരുന്നാൽ മതിയെന്ന്. കേട്ടില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന ബൈബിളില്. എൽസമ്മ വീറോടെ പറഞ്ഞു. ആരുടെ പാപത്തിനാ ശമ്പളം? നിന്റെയോ? സൈമൺ തരകൻ കലിപ്പുണ്ടു. എൻ്റെയാണോ? നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ശൗരി ആരുടെ മകനാണെന്ന്. അവനെയും അവൻ്റെ അമ്മയെയും ദ്രോഹിച്ച ചരിത്രവും അറിയാം. അവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നശിപ്പിക്കും. ഇപ്പം നമുക്ക് വന്ന നാശം മുഴുവൻ അവൻ ചെയ്തതാ. ആ കൊച്ചിൻ ഫിനാൻസും അവിടുത്തെ മാനേജരും എല്ലാം അവൻ്റെ കളിയാണോന്ന് എനിക്ക് സംശയമുണ്ട്. പോടി വിവരം കെട്ടവളെ, പോകാൻ എൻ്റെ മുമ്പിൽ നിൽക്കരുത്. സൈമൺ തരകൻ കൈ ചൂണ്ടിക്കൊണ്ട് ചീറി.
എന്നാൽ പോകാൻ കൂട്ടാക്കാതെ എൽസമ്മ അവിടെ തന്നെ നിന്നു. മക്കൾ മുതിർന്നതോടെ എൽസമ്മയ്ക്ക് ഭർത്താവിനെ തെല്ലും പേടിയില്ലെന്നായിട്ടുണ്ട്. പപ്പ, റോബിൻ വിളിച്ചു. നമുക്ക് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഞാൻ കാണുന്നുള്ളൂ. പപ്പായുടെ കയ്യിൽ തോക്കിരിപ്പില്ലേ? ഒറ്റ വെടിക്ക് കൊന്നേക്കണം. പപ്പ ചെയ്യണ്ട. ഞങ്ങൾ 3 ആൺമക്കളില്ലേ? ഞാനോ റോയിയോ ചെയ്യാം. നമുക്കെല്ലാവർക്കും വേണ്ടി ഒരാൾ ജയിലിൽ പോയാലും വേണ്ടില്ല. അവൻ്റെ ശല്യം എന്നേക്കുമായിട്ട് തീർന്നു കിട്ടുമല്ലോ. പപ്പ സമ്മതിച്ചാൽ മതി. ഞാൻ ചെയ്തോളാം. കൂടി വന്ന 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. ഞാൻ കിടന്നോളാം. റോബിനെ, നീ ആ വിചാരം കളഞ്ഞേക്ക. എൽസമ്മ പറഞ്ഞു. നിന്റെ പപ്പ 10 തവണയെങ്കിലും അവനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. ചോദിച്ചു നോക്ക്. അവനൊരു തലവരെയുണ്ട്. അത് മായ്ക്കാൻ നിങ്ങളാരും നോക്കിയാലും പറ്റത്തില്ല. അത്രയും പറഞ്ഞിട്ട് എൽസമ്മ അവിടെ നിന്ന് പോയിക്കളഞ്ഞു. അവനെ കൊല്ലാനൊന്നും നോക്കണ്ട, നടക്കത്തില്ല. സൈമൺ തരകൻ പറഞ്ഞു. ഇപ്പം നമ്മുടെ സമയം മോശമാ. എന്നെ ചെയ്താലും നമുക്കിട്ട് തന്നെ തിരിച്ചടി കിട്ടും. അവൻ്റെ കാലം നല്ലതും. പോലീസും നാട്ടുകാരുമൊക്കെ ഇപ്പം അവൻ്റെ കയ്യിലാ. അതുകൊണ്ട് നേരിട്ട് ഒന്നും ചെയ്യാൻ നോക്കണ്ട. ചതി മാത്രമേ ഇനി അവനോട് പറ്റത്തുള്ളൂ. എന്ത് ചതി? റോബിൻ നെറ്റിച്ചുളിച്ചു. ആലോചിക്കണം. എന്തു ചെയ്യണമെങ്കിലും കയ്യിൽ പൈസ വേണം. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമുക്കിപ്പോൾ ആരുടെങ്കിലും സഹായമില്ലാതെ പറ്റത്തില്ല. ആരുടെ സഹായം? പപ്പായ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആർക്കറിയാൻ വയ്യാത്തത്? റോയ് സൈമൺ ചോദിച്ചു. നമുക്ക് ഡാൻഡസിൻ്റെ കല്യാണം അങ്ങ് നടത്തിയാലോ? നമ്മൾ പൊളിഞ്ഞൂന്നറിഞ്ഞ അറയ്ക്കൽ ചാർലി അയാളുടെ മോളെ ഡാൻഡസിന് തന്നെ കൊടുക്കണമെന്നില്ല. കല്യാണം നടത്തിയ എന്താ മെച്ചം? അറയ്ക്കൽ ചാർലിയുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബലമൊന്നു വേറെയാ. മാത്രമല്ല, മോളെ തരുമ്പം അവളുടെ ഷെയറും കൂടി ഇങ്ങ് പോരുമല്ലോ. തൽക്കാലം നമുക്ക് നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഡാൻഡസ് ഏറ്റവും ഇളയവനല്ലേ പപ്പ? അതിനേക്കാൾ മുൻപേ റോബിൻ്റെ കല്യാണമല്ലേ നടത്തേണ്ടത്? റോയ് സൈമൺ ചോദിച്ചു. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. അത് ഞാൻ തീരുമാനിച്ചതാ. ഒരു 3 വർഷം കൂടി കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കണോ വേണ്ടയോന്ന് പോലും ആലോചിക്കുന്നുള്ളൂ, റോബിൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ഡാൻഡസിൻ്റെ കല്യാണം നടത്താമെന്ന്. അറയ്ക്കൽ ചാർലിയുമായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബലത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല കല്യാണാലോചനകൾ വരും. സൈമൺ തരകൻ മക്കളെ ഉദ്ബോധിപ്പിച്ചു. ഡാൻഡസിൻ്റെ വിവാഹം ആദ്യം നടത്താനാണ് പദ്ധതിയെന്ന് കേട്ടപ്പോൾ എൽസമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചു. മൂത്തവർക്ക് ഉടനെ കല്യാണം വേണ്ടെങ്കിലോ? സൈമൺ തരകൻ ചോദിച്ചു. പിന്നീട് ഡാൻഡസ് മമ്മിയെ സമീപിച്ച് കല്യാണക്കാര്യത്തിൽ കടുംപിടുത്തം വേണ്ടെന്ന് ഉപദേശിച്ചു. എല്ലാം കൊണ്ടും ഞങ്ങളുടെ മാരേജ് ഉടനെ നടത്തുന്നത് തന്നെയാണ് മമ്മി നല്ലത്. എന്താന്ന് വെച്ചാൽ ആ ശൗരി ഓരോന്നോരോന്നായിട്ട് വെട്ടിപ്പിടിച്ച് കയറി വരുന്നുണ്ട്. ഇക്കണക്കിന് പോയ അവൻ പറഞ്ഞ വാക്ക് പാലിച്ചെന്നിരിക്കും. എന്തു വാക്ക്? എൽസമ്മ ചോദിച്ചു. ഞാൻ സോണിയെ കല്യാണം കഴിക്കുമെന്ന്. അതിന് അവൾ സമ്മതിക്കണ്ടേ? സമ്മതിക്കില്ല, അതെനിക്കറിയാം. പക്ഷെ മാരേജ് ഉടനെ നടത്തുന്നത് നല്ലത്. മനസമ്മതമെങ്കിലും നടത്തിവെക്കണം. നമുക്ക് ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സോണിയെ കൂടി നഷ്ടപ്പെടാൻ ഇടവരരുത്. ആ ശൗരി എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ഡാൻഡസിന് പേടിയുണ്ടെന്ന് എൽസമ്മയ്ക്ക് മനസ്സിലായി. അറയ്ക്കൽ വീട്ടിൽ മുൻകൂട്ടി അറിയിച്ച ശേഷം ഒരു ദിവസം സൈമൺ തരകനും കുടുംബവും അവിടേക്ക് സന്ദർശനത്തിന് പോയി. ചാർലിയും ഭാര്യയും മക്കളും സന്തോഷത്തോടെ അവരെ എതിരേറ്റു. സോണിയ വന്ന് ഡാൻഡസിനരികെ നിലയുറപ്പിച്ചു. അവർ തമ്മിൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും കണ്ണുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ചാർലിയുടെ വീട്ടിലൊരുക്കിയ സൽക്കാരം സ്വീകരിച്ച് സംസാരിക്കുന്നതിനിടയിൽ സൈമൺ തരകൻ ഡാൻഡസും സോണിയ റോസും തമ്മിലുള്ള വിവാഹം നടത്തുന്നതിനെപ്പറ്റി പരാമർശിച്ചു. മൂത്തവർ 2 പേരും നിൽക്കുന്നല്ലോ, ചാർലി ഓർമ്മിപ്പിച്ചു. അവർക്കിപ്പോൾ കല്യാണം വേണ്ടെന്നാണ്. ഡാൻഡസിനാണെങ്കിൽ നേരെ മറിച്ച, അവന് പെണ്ണ് കെട്ടണം. ഇവിടെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. റോയിയും റോബിനും കല്യാണം കഴിക്കാതെ നിൽക്കുന്നല്ലോ എന്ന് വിചാരിച്ച ഞങ്ങൾ നിർബന്ധിക്കാതിരുന്നത്. നമുക്കിപ്പം ഒരു തീയതി നിശ്ചയിച്ചാലോ മനസ്സമ്മതം നടത്താൻ? സൈമൺ തരകൻ ആരാഞ്ഞു. പള്ളിയിലും കൂടെ ചോദിക്കണ്ടേ? വികാരി അച്ഛൻ്റെ സമയവും സൗകര്യവും നോക്കിയിട്ട് വേണമല്ലോ ദിവസം തീരുമാനിക്കാൻ. നമുക്കിപ്പോൾ ഒരു തീയതി പറഞ്ഞു വയ്ക്കാം. അച്ഛൻ്റെ സൗകര്യത്തിനൊപ്പിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ 1-2 ദിവസം മാറുമെന്നല്ലേയുള്ളൂ. ചാർലി തന്നെ അച്ഛനുമായിട്ട് സംസാരിച്ച് ഒരു തീയതി തീരുമാനിച്ച് അറിയിച്ചാൽ മതി, സൈമൺ തരകൻ പറഞ്ഞു. ഇതെന്താ പെട്ടെന്നിങ്ങനെ തോന്നാൻ? റോസ്മേരി ചോദിച്ചു. അവർ തമ്മിൽ എത്ര കാലമായി സ്നേഹത്തിലായിട്ട്? എൽസമ്മ പറഞ്ഞു. ഒരുപാട് ആശിപ്പിക്കാതെ കെട്ടിച്ചുവിട്ട അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. നമ്മുടെ ചുമതല തീരുകയും ചെയ്യുമല്ലോ. സൽക്കാരശേഷം വിശ്രമിക്കുന്നതിനിടയിൽ ചാർലി സൈമൺ തരകനോട് ചോദിച്ചു. ആ ബോട്ടുകൾ കടലിൽ കാണാതായ പ്രശ്നമൊക്കെ എന്തായി? എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? നമുക്ക് ഭയങ്കരമായ നഷ്ടം സംഭവിച്ചോ?
നഷ്ടം വരാനോ? എനിക്കോ? 2 മാസത്തിനകം ഇൻഷുറൻസിൻ്റെ പൈസ എൻ്റെ കയ്യിലോട്ട് കിട്ടും. ഒരു 10-20 ലക്ഷം രൂപ നഷ്ടം വന്നേക്കും. എൻ്റെ ദേഹത്തുനിന്ന് ഒരു രോമം പൊഴിഞ്ഞു പോണ പോലെയേ ഉള്ളൂ എനിക്കത്. ഇൻഷുറൻസിൻ്റെ കടലാസുകളെല്ലാം ശരിയാക്കി കൊടുത്തോ? അതൊക്കെ എപ്പോഴേ കൊടുത്തു. അത് നന്നായി. ഇനി ബോട്ടിൻ്റെ ബിസിനസ്സിന് പോകണ്ട. ആവശ്യത്തിനുണ്ടല്ലോ. പിന്നെന്തിനാ അറിയാൻ വയ്യാത്ത വഴിക്ക് കാശെറിഞ്ഞു കളയുന്നത്? ഇനി ഒന്നിനുമില്ല ചാർലി. എല്ലാം മക്കളെ ഏൽപ്പിച്ച് വിശ്രമിക്കണം. ശൗരിക്കുട്ടിയുടെ കയ്യിലാ ഇപ്പം കടപ്പുറം ബിസിനസ്സെല്ലാം അല്ലേ? അവനാരാ? കാശ് എവിടുന്നോ കൊണ്ടുവന്ന് കുടഞ്ഞിട്ടുള്ള അവൻ്റെ കളി പെട്ടെന്ന് തീരും. സൈമൺ ചേട്ടൻ സൂക്ഷിക്കണം. അവന് നിങ്ങളോട് പകയുണ്ടെന്ന് അറിയാമല്ലോ. അതൊക്കെ അത്രയുള്ളൂ. സൈമൺ തരകനിരുന്ന സിംഹാസനത്തെ കയറിയിരിക്കാനൊന്നും അവനായിട്ടില്ല. അവനുമായിട്ടുള്ള ശത്രുത വിട്ടേക്ക് പോട്ടെ. ഞാൻ അവനോട് വഴക്കിനൊന്നും പോകാറില്ല. അവനിങ്ങോട്ടാ വരണത്, സൈമൺ തരകൻ പറഞ്ഞു. 2 പേരും തമ്മിൽ ചർച്ച ചെയ്ത് സോണിയ റോസും ഡാൻഡസ് സൈമണും തമ്മിലുള്ള മനസമ്മതത്തിൻ്റെ തീയതി നിശ്ചയിച്ചു. ഈ മാസം 19-ന് മനസമ്മതം. ഇനി 2 ആഴ്ച കൂടിയുണ്ട്. അടുത്ത മാസം 17-ാം തീയതി വിവാഹം. ഇത് വെറും താൽക്കാലിക ധാരണ മാത്രമാണ്. കൃത്യമായി തീയതി ഉറപ്പിക്കണമെങ്കിൽ പള്ളിക്കാരുമായി സംസാരിക്കണം. അച്ഛൻ്റെ സൗകര്യം ചോദിക്കണം. കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യണം. അങ്ങനെ പല കടമ്പകളുണ്ട്. സോണിയയും ഡാൻഡസും 2-ാം നിലയുടെ ബാൽക്കണിയിലായിരുന്നു. എന്നോട് എന്തെങ്കിലും സ്നേഹക്കുറവുണ്ടോ? ഡാൻഡസ് സോണിയയോട് ചോദിച്ചു. ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചത്? എനിക്കങ്ങനെ തോന്നി. ഫോണിൽ സംസാരിക്കുമ്പോഴും നേരിട്ട് കാണുമ്പോഴും ആ പഴയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത പോലെ. ചുമ്മാ എപ്പോഴും ഓരോരോ തോന്നല. ശൗരിക്കുട്ടി ഇപ്പോൾ ശല്യപ്പെടുത്താറുണ്ടോ? അയാൾ എന്നെ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? അയാൾ നിന്നെ കല്യാണം കഴിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുവല്ലേ. ഫോണിൽ വിളിക്കാറുണ്ടോ ശൗരിക്കുട്ടി? ഇല്ലെന്നേ. കണ്ടിട്ട് തന്നെ എത്ര ദിവസമായി. അയാൾ എടുത്ത ശപഥമൊക്കെ അയാൾ തന്നെ മറന്നെന്നാ തോന്നുന്നേ. അവനെപ്പറ്റി സോണിയുടെ അഭിപ്രായം എന്താ? വിടുവായൻ, വലിയ ആളാണെന്ന ഭാവം. സോണിയുടെ കയ്യിലിരുന്ന് മൊബൈൽ ഫോൺ വിറകൊണ്ടു. ആരാണെന്ന് നോക്ക്, ഡാൻഡസ് പറഞ്ഞു. സോണിയ റോസ് ഫോണിൽ നോക്കി. ശൗരിയുടെ പേര് അവൾ നമ്പറിനൊപ്പം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിസ്പ്ലേയിൽ തെളിഞ്ഞു. ഡാൻഡസും അത് കണ്ടു. അവൻ്റെ മുഖം ചുവന്നു. അതവനാണല്ലോ, കൃത്യസമയത്ത്. ഡാൻഡസ് പിറുപിറുത്തു. സോണിയ റോസിൻ്റെ മുഖം വിളറി. അറ്റൻഡ് ചെയ്യ. എന്താ പറയുന്നതെന്ന് കേൾക്കാം, ഡാൻഡസ് അവളോട് ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. അധ്യായം 26. ഡാൻഡസിൻ്റെ മുന്നിൽ വെച്ച് ശൗരിക്കുട്ടിയോട് ഫോണിൽ സംസാരിക്കാൻ സോണിയയ്ക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ശൗരിക്കുട്ടി എന്തെങ്കിലും കടത്തിപ്പറയുമോ? ഡാൻഡസ് അത് കേൾക്കുമോ എന്നാണ് പേടി. എന്താ അറ്റൻഡ് ചെയ്യാത്തത്? ഡാൻഡസ് അവളോട് ചോദിച്ചു. വല്ലവരും വിളിക്കുമ്പോൾ നമ്മൾ എന്തിനാ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോണത്? എനിക്കിഷ്ടമല്ല. തനിക്കറിയാത്ത ആളല്ലല്ലോ സോണി. പരിചയമുള്ളതുകൊണ്ടാണല്ലോ അവൻ്റെ നമ്പർ സേവ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കോൾ എടുക്കാതിരിക്കാൻ വേണ്ടിയാ. ആളാരാണെന്നറിഞ്ഞാൽ പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാമല്ലോ. അവൻ സംസാരിച്ചു നിൽക്കെ മൊബൈൽ റിങ് ചെയ്യുന്നത് നിലച്ചു. സോണിയയ്ക്ക് ആശ്വാസമായി. ഒന്നുകിൽ അവൻ്റെ ശല്യത്തിനെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവൻ വിളിക്കുമ്പോൾ നല്ല ചുട്ട മറുപടി കൊടുത്ത് ഇനി മേലാൽ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന് വിലക്കണം. സത്യം പറഞ്ഞ എനിക്ക് അയാളെ പേടിയാ, സോണിയ വെളിപ്പെടുത്തി. എന്തിനാണ് പേടിക്കുന്നത്? എന്തു ചെയ്യാനും മടിയില്ലാത്തവനല്ലേ. അന്ന് വയലിൻ കച്ചേരി നടന്ന രാത്രിയിൽ എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയവനല്ലേ. അത് ബോധം കെട്ട് വീണ തനിക്ക് ഫസ്റ്റ് എയ്ഡ് തരാൻ വേണ്ടിയാണെന്നല്ലേ പറഞ്ഞത്? അതെ അതെ, ഫസ്റ്റ് എയ്ഡ് തന്നു. എന്നാലും നമ്മൾ പേടിക്കണ്ടേ? ആരെയും പേടിയില്ലാത്ത പോക്കിരിയല്ലേ. കാരക്കാട്ട് ബംഗ്ലാവിൽ വന്ന് നിങ്ങളെയെല്ലാം വെല്ലുവിളിക്കാൻ പോലും മടിക്കാത്തവൻ. നിങ്ങളുടെ ആൾക്കാരെയെല്ലാം ഇടിച്ചുകൂട്ടി അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയതും ഞാൻ കണ്ടതാണല്ലോ. സോണിയ പറഞ്ഞത് കേട്ട് ഡാൻഡസിന് അല്പം ക്ഷീണമായി. മാന്യതയില്ലാത്തവർക്ക് എന്തും വിളിച്ചു പറയാം, എത്ര മോശമായിട്ട് വേണമെങ്കിലും പെരുമാറാം, ഡാൻഡസ് പറഞ്ഞു. അപ്പോൾ സോണിയയുടെ ഫോൺ വീണ്ടും എരുമ്പി. ഇത്തവണയും ശൗരിക്കുട്ടി തന്നെ. കോൾ എടുക്ക്, അവൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. മനസ്സില്ലാ മനസ്സോടെ സോണിയ കോൾ ബട്ടൺ പ്രസ് ചെയ്തു. ഹലോ. തെല്ല് പരുഷമായി അവൾ പ്രതികരിച്ചു. നീ എന്താടി തീരെ ഇഷ്ടപ്പെടാത്ത പോലത്തെ ഒരു ഹലോ? ഞാൻ നിന്നോട് വല്ലതും ചെയ്തോ? മര്യാദയ്ക്ക് ഹലോ പറയടി. ഇയാൾ എന്തിനാ എൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നേ? ഇനി മേലിൽ വിളിക്കരുത്. ഞാൻ കട്ട് ചെയ്യാൻ പോകുക. കട്ട് ചെയ്ത അടുത്ത വണ്ടിക്ക് കയറി ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരുമേ. വന്നാ എൻ്റെ വായിന്ന് വീഴുന്നതൊക്കെ നീ കേൾക്കേണ്ടി വരും. ഇയാൾക്ക് എന്താ പറയാനുള്ളത്? എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് വേഗം ഫോൺ വയ്ക്കുക. എൻ്റെ ഫോണല്ലേ, അതെപ്പോൾ വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നാ ഇതെൻ്റെ ഫോണാ,
എനിക്ക് തോന്നുമ്പോൾ ഞാൻ കട്ട് ചെയ്യും. നീ കട്ട് ചെയ്യടി. 15 മിനിറ്റിനകത്ത് ഞാനവിടെ എത്തും. മറുവശത്തു നിന്ന് ഭീഷണി വന്നു. മര്യാദയ്ക്ക് സംസാരിക്കണം. എന്നെ എടി പൊടി നീ എന്നൊന്നും വിളിക്കരുത്. എനിക്കിഷ്ടമല്ല. സോറി രാജകുമാരി. മറ്റവൻ അടുത്തു നിൽപ്പുണ്ടായിരിക്കും അല്ലേ? വെറുതെയല്ല നിനക്കിത്രയ്ക്ക് ചൊണയും ചുരുക്കും. ഞങ്ങളുടെ വീട്ടിൽ പലരും വരും. അതിന് ഇയാൾക്കെന്താ? എനിക്കെന്താണെന്നോ? എൻ്റെ കെട്ടിയവളല്ലേ. അപ്പോൾ ഞാൻ തിരക്കണ്ടേ? നിന്നെ കാണാൻ ആരൊക്കെ വരുന്നു പോകുന്നുന്ന്? കെട്ടിയവൾ ഞാനല്ല, വേറെ വല്ലവരുമായിരിക്കും. ഞാൻ ഇയാളുടെ ആരുമല്ല. സോണിയ ശരിക്കും ദേഷ്യപ്പെട്ടു പറഞ്ഞു. അയ്യോടി, നീ ഇത്ര പെട്ടെന്ന് എല്ലാം അങ്ങ് മറന്നുപോയോ? തുമ്പോളി കടപ്പുറത്ത് വെച്ച് പാതിരാ നേരത്ത് ഞാൻ നിന്നെ കെട്ടിയതും കെട്ടിപ്പിടിച്ചതും ഒന്നും ഓർമ്മയില്ലേ നിനക്ക്? ഡാൻഡസിനു കൂടി ഈ സംഭാഷണം കേൾക്കാമല്ലോ എന്നോർത്ത് സോണിയ ചൂളി. ചില നേരത്ത് ഈ ഫോണിൽ നിന്ന് പൊട്ട സ്വരമാണ് വരിക. ഇപ്പോൾ അടുത്തു നിൽക്കുന്നവർക്ക് പോലും കേൾക്കാൻ പാകത്തിൽ സുതാര്യം, സുവ്യക്തം. ഞാൻ ബോധമില്ലാതെ കിടന്ന നേരത്ത് ഇയാൾ എന്നെ കെട്ടുവോ കെട്ടിപ്പിടിക്കുകയോ ചെയ്തെങ്കിൽ അത് ഇയാൾ കാണിച്ച മര്യാദകേട്. മാന്യതയും സംസ്കാരവും സ്ത്രീകളോട് റെസ്പെക്റ്റുമുള്ള ഒരാളും അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാനറിയാതെ ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ ചെയ്തതിന് ഞാൻ തന്നെയേ ഉത്തരവാദി. പിന്നെ ഈ വർത്തമാനമൊന്നും നീ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. അവനെ കണ്ടപ്പോഴാണോ നിനക്ക് ഇളകിയത്? ഇത്രയുമായപ്പോൾ ഡാൻഡസ് ഫോണിനു വേണ്ടി കൈനീട്ടി. വേണ്ട ഡാൻ, അയാളോട് സംസാരിക്കണ്ട. മാനേഴ്സ് ഇല്ലാത്തവനാ. മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കാ വിഷമം. സോണിയ ഫോൺ കൊടുക്കാൻ മടിച്ചു. അവനെ എനിക്കറിയാം. വീട്ടിൽ വന്ന് പപ്പയെ ചീത്ത വിളിച്ചവനല്ലേ. അവൻ്റെ നല്ല പെരുമാറ്റമൊന്നും എനിക്ക് വേണ്ട. അവനോട് 2 വാക്ക് എനിക്ക് പറയണം. സോണിയ മനസ്സില്ലാ മനസ്സോടെ ഫോൺ കൈമാറി. ഹലോ. ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ച് ഡാൻഡസ് വിളിച്ചു. അല്ല, ഇതാരാ? പെൺകിളി പോയിട്ട് പകരം ആൺകിളി വന്നോ? നീ ആരാടാ? ഞാൻ ഡാൻഡസ്. അഡ്രസ് ഇല്ലാത്തവനോ തന്തയ്ക്ക് പിറക്കാത്തവനോ അല്ല. കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകൻ ഡാൻഡസ് സൈമൺ. ഞാൻ ശൗരിക്കുട്ടി. തന്തയ്ക്ക് പിറക്കാത്ത ഒരു കള്ള നായിൻ്റെ മകന് ജനിച്ച മകനാ ഞാൻ. അയാളുടെ പേരും കാരക്കാട്ട് സൈമൺ തരകെന്ന് തന്നെയാ. പിന്നെ എൻ്റെ അഡ്രസ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. നിൻ്റെയൊക്കെ അഡ്രസ് മായ്ച്ചു കളഞ്ഞിട്ട് അവിടെയാ ഞാൻ എൻ്റെ അഡ്രസ് എഴുതി പിടിപ്പിക്കാൻ പോണത്. എനിക്ക് കുറച്ച് സമയം കൂടി വേണ്ടിവരും. എൻ്റെ അഡ്രസ് നിനക്ക് വായിക്കാൻ പാകത്തിൽ ഞാൻ ശരിയാക്കി തരാം. അതെന്തുമായിക്കോട്ടെ. നീ ശരിയാക്കുവോ എഴുതി മായ്ക്കുവോ എന്തു വേണമെങ്കിലും ചെയ്തോ. നിന്റെ ഭാഷ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അന്തസ്സായിട്ടാ ജീവിച്ചിട്ടുള്ളതും പെരുമാറിയിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും. അതേ അന്തസ്സോടെ പറയുകയാ. സോണിയെ നീ ശല്യപ്പെടുത്തുന്നത് അങ്ങേയറ്റത്തെ മര്യാദകേടാണ്. അവളെ ശല്യപ്പെടുത്തരുതെന്ന് പറയാൻ നിനക്കെന്താ അധികാരം? ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നവനാ. ഞങ്ങളുടെ വിവാഹ തീയതി വരെ നിശ്ചയിച്ചു കഴിഞ്ഞു. 1/2 മണിക്കൂറേ ആയിട്ടുള്ളൂ. നീ കല്യാണ തീയതി തീരുമാനിച്ചിട്ട് 1/2 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. ഞാനവളെ കെട്ടിയിട്ട് 6 മാസമായി. വെറുതെ വിഡ്ഢിത്തം പറയാതെ ശൗരി. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിന്റെ കല്യാണവും നടക്കാൻ പോണില്ല. എടപ്പൊട്ടാ, നീ മുങ്ങുന്ന കപ്പലിലെ വെറുമൊരു എലിയ, പന്നിയെലി. നീ അവളെ കല്യാണം ആലോചിക്കാനും നടത്താനുമൊക്കെ ചെലവാക്കുന്ന പണവും സമയവും ഒക്കെ പാഴാ. അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല. നിന്റെ ആ വയലിനുണ്ടല്ലോ, അത് പിടിച്ചു പറിച്ച് നിനക്ക് ഞാനൊരു തെറ്റാലി ഉണ്ടാക്കി തരുന്നുണ്ട്. നീ കരുതിയിരുന്നോ? മാന്യതയും മര്യാദയും അറിയുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഡാൻഡസ് പാതി ആത്മഗതം പോലെ പറഞ്ഞു. പൊന്നു മോനെ ഡാൻഡസേ, ശൗരിക്കുട്ടിക്ക് അതൊക്കെ കുറവാ. ശൗരിക്കുട്ടിക്ക് കിട്ടിയതൊക്കെ മുതലും പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കണേ. എടാ, നിന്റെ അപ്പൻ കാരക്കാട്ട് സൈമൺ തരകൻ എന്ന് നീ അഭിമാനത്തോടെ പറഞ്ഞ ആ കള്ള നായിൻ്റെ മോൻ എന്നെ എത്ര തവണ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെന്ന് നിനക്കറിയോടാ? ഞാൻ അന്യനാട്ടിൽ നിന്ന് വന്ന ശത്രു ആയതുകൊണ്ടല്ല, അയാളുടെ അടിവയറ്റിൽ ജനിച്ച സന്തതി ആയതുകൊണ്ട്. ആ സൈമൺ തരകനും അയാൾ ജനിപ്പിച്ച സന്താനവും കൂടിച്ചേർന്ന് ഒരു പുതിയ ജീവിയുണ്ടായി. അതിൻ്റെ പേരാണ് ശൗരിക്കുട്ടി. അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചടിയല്ലാണ്ട് വേറൊന്നും കാരക്കാട്ടെ ഒറ്റയൊരുത്തിനും പ്രതീക്ഷിക്കരുത്. അവൻ്റെ അടിക്ക് കനം കൂടും. അവന് കിട്ടിയ അടിയുടെ 100 ഇരട്ടി വരും. കാര്യം എന്താണെന്നറിയാവോ? അവനെ അടിച്ചത് അവൻ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞായിരുന്നപ്പോഴാ. ഓരോ അടിയും അവൻ്റെ ശരീരത്ത് മാത്രമല്ല, അവൻ്റെ മനസ്സിനുമേറ്റു. എടാ, ഒരു കുഞ്ഞിനേറ്റ അടിയുടെ വേദന മനസ്സിലാകണമെങ്കിൽ നിന്റെ തന്തയോളം വളർന്ന നിന്നെയൊക്കെ ഞാൻ എന്തുമാത്രം അടിക്കണം? ആ അടിയാ വരാൻ പോണത്. കരുതിയിരുന്നോ? അടുത്ത നിമിഷം കോൾ കട്ടായി. ഡാൻഡസിൻ്റെ മുഖത്തെ വിളർച്ച കണ്ട് സോണിയ ആശങ്കയോടെ തിരക്കി. ഭീഷണിപ്പെടുത്തി അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സംസാരിക്കേണ്ടെന്ന്. നമുക്കൊന്നും സംസാരിക്കാൻ പറ്റിയ ആളല്ല. അതെനിക്കറിയാം.
നമ്മുടെ മാരേജ് നടത്താൻ സമ്മതിക്കില്ലെന്നാ പറയുന്നത്. അതെപ്പോഴും പറയുന്നതല്ലേ, അയാൾക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? താൻ അയാളുടെ ഭാര്യയായി കഴിഞ്ഞുവെന്ന് പറയുന്നു. അതെന്നോടും പറഞ്ഞു. എനിക്ക് ബോധമില്ലാതെ കിടന്ന സമയത്ത് അയാൾ എൻ്റെ കഴുത്തിൽ എന്തോ കെട്ടിയത്രേ, എന്നിട്ട് കല്യാണം കഴിച്ചെന്ന്. അയാളുടെ തലയ്ക്ക് വട്ട. ബോധമുള്ള ആരെങ്കിലും ഇങ്ങനൊരു ന്യായം പറയോ? പക്ഷേ താൻ ഇതിനു മുൻപ് അയാളോട് ഇത്ര കടുപ്പിച്ച് പറഞ്ഞിട്ടില്ല. ഇതിനു മുൻപ് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ തൻ്റെ അടുത്ത് ഇത്ര വഷളാകത്തില്ലായിരുന്നു. എനിക്ക് പേടിയാണ് ഡാൻ. ഞാനൊരു പെണ്ണല്ലേ. അയാൾ വെറുമൊരു റൗഡി മാത്രമൊന്നുമല്ലല്ലോ. പണമുണ്ട്, ആളുകളുണ്ട്, സ്വാധീനമുണ്ട്. വെറുതെ ഒരാൾക്ക് ഡാൻഡസിൻ്റെ പപ്പയോടൊക്കെ നേരിട്ട് ഏറ്റുമുട്ടാൻ സാധിക്കുമോ? സോണിയ ചോദിച്ചു. അയാൾക്ക് ഭയങ്കര പകയാ പപ്പയോട്. പപ്പയെ നശിപ്പിച്ച് അടങ്ങുന്നാണ് വാശി. പറയുക മാത്രമല്ലല്ലോ, അയാൾ ചെയ്യുന്നില്ലേ? സോണി, നമ്മുടെ മാരേജ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് നടത്തണം. എന്നിട്ട് നമുക്ക് ഈ സെറ്റപ്പിൽ നിന്ന് മാറണം. എറണാകുളത്ത് എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ സെറ്റിൽ ചെയ്യണം. എൻ്റെ കലാജീവിതത്തിനും അതാണ് നല്ലത്. അവിടെയാണ് സിനിമയും സംഗീതവും നാടകവുമെല്ലാം വേഗം വളരുന്നത്. എറണാകുളം എനിക്കും ഇഷ്ടമാ, സോണി പറഞ്ഞു. ചാർലിയും സൈമണും കൂടി സ്റ്റെയർകേസ് കയറി വരുന്നുണ്ടായിരുന്നു. നിന്നെ ശൗരി വിളിച്ചിരുന്നോ? ചാർലി സോണിയയോട് ചോദിച്ചു. ഉവ്വ്, വിളിച്ചു. പപ്പ എങ്ങനെ അറിഞ്ഞു? അവൻ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പപ്പയോട് എന്തു പറഞ്ഞു? ഡാൻഡസുമായുള്ള കല്യാണാലോചന ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന്. കല്യാണം നടത്താൻ അവൻ സമ്മതിക്കില്ലെന്ന്. നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ? ഡാൻഡസിനോട് എന്തൊക്കെയോ പറഞ്ഞു. ഡാൻഡസ് മര്യാദയ്ക്കാ സംസാരിച്ചത്. പക്ഷേ വെട്ടുപോത്തിനടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സോണിയ പറഞ്ഞു. ഇനി അവൻ്റെ കോളെല്ലാം റെക്കോർഡ് ചെയ്തേക്കണം. നമുക്ക് SP ഓഫീസിൽ പോയി തെളിവ് സഹിതം പരാതി കൊടുക്കണം. അവൻ്റെ ആഭാസത്തരത്തിന് ഒരറുതി വരുത്തണമല്ലോ. സോണിയെ ഇനി തനിച്ച് പുറത്തേക്ക് വിടല്ലേ പപ്പ, ഡാൻഡസ് നിർദ്ദേശിച്ചു. അവൻ്റെ ഉള്ളു നിറയെ പ്രതികാരമാ. എന്തു ചെയ്യാനും മടിയില്ല. ആസിഡ് ബൾബ് എറിയാനും തോട്ട എറിയാനുമൊക്കെ അവന് ഗുണ്ടകളുടെ സഹായം കിട്ടും. എന്തെങ്കിലും സംഭവിച്ച ശേഷം ഓർത്തു ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. നീയും സൂക്ഷിക്കണം ഡാൻഡസ്. നിങ്ങളോടല്ലേ അവൻ്റെ പക മുഴുവൻ, ചാർലി ഓർമ്മിപ്പിച്ചു. അത് ശരിയാ. എന്നോടയാൾക്ക് ദേഷ്യമൊന്നുമില്ല. കാരക്കാട്ട് ഫാമിലിയെ തെരുവിലിറക്കി പിച്ച തെണ്ടിക്കുമെന്നാ പറഞ്ഞത്, സോണിയ പറഞ്ഞു. അതെപ്പോ പറഞ്ഞു? ചാർലി തിരക്കി. മുൻപൊരു ദിവസം ഫോണിൽ വിളിച്ചപ്പോൾ. ഇതിനു മുൻപും നിന്നെ അവൻ വിളിക്കുമായിരുന്നോ? ചിലപ്പോൾ വിളിക്കാറുണ്ട്. നീ എന്തിനാ അയാളുടെ കോൾ എടുക്കാൻ പോണേ? ചാർലി മകളെ ശകാരിച്ചു. പപ്പ, ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരും. അതൊഴിവാക്കാൻ വേണ്ടിയാ. ഇനി അവൻ വിളിച്ച ഞാൻ പറഞ്ഞ പോലെ റെക്കോർഡ് ചെയ്തേക്കണം. ബാക്കി കാര്യം ഞാനേറ്റു, ചാർലി പറഞ്ഞു. പിന്നെ നിങ്ങളുടെ കല്യാണത്തിൻ്റെയും മനസ്സമ്മതത്തിൻ്റെയും ഡേറ്റ് ഏറെക്കുറെ ധാരണയായി. ഇനി പള്ളിയിൽ അച്ഛനുമായി ഡിസ്കസ് ചെയ്തിട്ട് വേണം കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ. എന്തായാലും ജൂണിന് മുൻപ് കല്യാണം നടന്നിരിക്കും. ഡാൻഡസ് സോണിയെ നോക്കി മന്ദഹസിച്ചു. ലൈസാമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിക്കുന്നതിന് മുൻപ് ശൗരിക്കുട്ടി മൈക്കേലിൻ്റെ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തു. പണം ചെലവാകുന്നതിനെപ്പറ്റി ഓർത്ത് മൈക്കേലിന് വലിയ വ്യസനമുണ്ടായിരുന്നു. 1000-ഉം 10,000-വുമല്ല തുക, ലക്ഷം കവിഞ്ഞിരിക്കുന്നു. അതേപ്പറ്റി മൈക്കേൽ ശൗരിക്കുട്ടിയോട് തന്നെ ആവലാതിപ്പെട്ടു. ഒന്നും വേണ്ടായിരുന്നു. ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ തീർക്കും? എന്ന് തന്നു തീർക്കും? ഇതങ്ങനെ കാലാവധിയുള്ള കടമല്ല മൈക്കേലെ. ഇത് വളരെ സമാധാനമുള്ള കടമ. മൈക്കേലിന് കാശുണ്ടാകുമ്പോൾ മൈക്കേൽ ഈ കടം തീർക്കും, ശൗരിക്കുട്ടി സാന്ത്വന രൂപേണ പറഞ്ഞു. ലൈസാമ്മയെ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് ശൗരിക്കുട്ടിയുടെ കാറിലാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. തങ്ങളുടെ വീടിരുന്ന സ്ഥലത്ത് പുതിയൊരു വീടാണെന്ന് ലൈസാമ്മയ്ക്ക് തോന്നി. കേടുപാടുകൾ തീർക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, മുൻഭാഗം വാർത്ത് ഒരു മുറി കൂടി പണിഞ്ഞ് പുതിയ പെയിൻ്റടിച്ച് മൂടി പിടിപ്പിച്ചിരിക്കുന്നു. പഴയ ഫർണിച്ചർ മാറ്റി പുതിയവ വാങ്ങിയിട്ടിരിക്കുന്നു. പണ്ടെന്നോ കേടായി അനക്കമറ്റിരുന്ന പെട്ടി ടിവിക്ക് പകരം പുതിയ TV അതിനു വേണ്ടി മാത്രമുള്ള സ്റ്റാൻഡിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ലൈസാമ്മയുടെ മുറി തന്നെ പരിഷ്കരിച്ച് പുതിയ തറയോടിട്ട് ബാത്റൂം അറ്റാച്ച്ഡാക്കി മാറ്റിയിട്ടുണ്ട്. പഴയ അടുക്കള പൊളിച്ചു കളഞ്ഞ് ഗ്രാനൈറ്റ് സ്ലാബുകളും കിച്ചൺ സ്റ്റാൻഡും അലുമിനിയം ഫാബ്രിക്കേറ്റഡ് ക്യാബിനറ്റുമുള്ള തറയിൽ ടൈൽ വിരിച്ച പ്രൗഢമായ അടുക്കള. ഊണുമുറിയിൽ പുതിയ ഫ്രിഡ്ജ്. ചായ്പ് പോലെ പിന്നോട്ട് നിർമ്മിച്ച പുതിയ വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ. വീടിന് പുറമേ കാണുന്ന മാറ്റത്തേക്കാൾ പ്രകടമായിരുന്നു ഉൾത്തളങ്ങളിലെ പുതിയ സൗകര്യ സംവിധാനങ്ങൾ. ലൈസാമ്മയ്ക്ക് ഇനിയും നടക്കാറായിട്ടില്ല. ആരെങ്കിലും തോളത്ത് കൈയിട്ട് താങ്ങിപ്പിടിച്ച് നടത്തണം. പഞ്ചകർമ്മ ചികിത്സ കഴിഞ്ഞു. അതിൻ്റെ പഥ്യം കൂടി തീരാനുണ്ട്. ലൈസാമ്മയുടെ കട്ടിലും പുതിയതായിരുന്നു. വൈദ്യർ നിർദ്ദേശിച്ചതനുസരിച്ച്
മുകൾ തട്ടിൽ നിന്ന് ഒരു കയർ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ മറ്റേ അറ്റം കട്ടിലിനരികെ ഞാന്നു കിടക്കുന്നു. ലൈസമ്മയ്ക്ക് അതിൽ പിടിച്ച് തനിയെ എഴുന്നേറ്റിരിക്കാം. വേണമെങ്കിൽ നിൽക്കാനും പറ്റും. ഇതൊന്നും പോരാ. ഈ കയറൊക്കെ ഞങ്ങൾ അഴിച്ചു കളയും. തനിയെ നടക്കണം. ശൗരിക്കുട്ടി പറഞ്ഞു. എൻ്റെ മോനെ, എനിക്കിത്രയും മതി. ചത്താ മതിയെന്ന് വെച്ച് കിടന്നോളല്ലേ ഞാൻ. ഈ പിള്ളാരെ ബുദ്ധിമുട്ടിക്കാതെ എന്നെ അങ്ങ് എടുത്തോളണേന്ന് ഞാൻ എന്തുമാത്രം കരഞ്ഞു പ്രാർത്ഥിച്ചതാ. ഇങ്ങനെ എണീറ്റിരിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ലൈസാമ്മയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ദിവസമായതിനാൽ വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. മേബിൾ അമ്മയോടൊപ്പമായിരുന്നു. അർത്തുങ്കൽ പോയി ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ശൗരിക്കുട്ടി വിലക്കി. അവൻ വീട്ടിൽ പോയി ചോറും കറികളും സ്റ്റീൽ പാത്രങ്ങളിൽ എടുത്തുകൊണ്ടുവന്നു. ചോറും മീൻ പൊരിച്ചതും ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും കാച്ചിയ മോരും. ശൗരി തന്നെ അതെല്ലാം പ്ലേറ്റിൽ വിളമ്പി ലൈസാമ്മയുടെ കട്ടിലിനരികെ പൊക്കമുള്ള സ്റ്റൂളിൽ വെച്ചുകൊടുത്തു. ഇതും ഒരു കടമ്പീട്ടില്ല, ശൗരിക്കുട്ടി പറഞ്ഞു. അതെന്താണെന്ന് ലൈസാമ്മയ്ക്കും മേബിളിനും മൈക്കേലിനും അറിയാം. പിഴച്ചുണ്ടായവൻ എന്ന് സകലരാലും നിന്ദിക്കപ്പെട്ടിരുന്ന കാലത്ത് ഈ വീട്ടിലെ ഊണുമേശയിൽ മറ്റുള്ളവർക്കൊപ്പം അവന് സ്ഥാനം കിട്ടിയിട്ടുണ്ട്. വയറ്റിൽ വിശപ്പിൻ്റെ അഗ്നി കത്തിക്കാളുമ്പോൾ അവന് ഇവിടുന്ന് വയറു നിറയെ ആഹാരം കിട്ടിയിട്ടുണ്ട്. അന്ന് ശൗരിക്കുട്ടി ആഹാരം കഴിച്ച അതേ ഹൃദയവികാരങ്ങളോടെ, അതേ രുചിയോടെയും നന്ദിയോടെയും ലൈസാമ്മ ഇന്ന് ചോറുണ്ടു. നിനക്ക് എവിടുന്ന് കിട്ടി ശൗരിക്കുട്ടി ഈ ചിക്കനും ബീഫുമൊക്കെ? ഇന്ന് ശനിയും ഞായറുമൊന്നും അല്ലല്ലോ, മൈക്കേൽ ചോദിച്ചു. എടാ മൈക്കേലേ, എൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു അറവുശാലക്കാരൻ്റെ മോളെയാന്ന് നിനക്കറിയാവല്ലോ. എന്നാലും മുൻപൊന്നും ഇങ്ങനല്ലായിരുന്നല്ലോ. ഇപ്പം ഞങ്ങൾ ബന്ധുക്കാരല്ലേ. എന്നും രാവിലെ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ മൊബൈലിലോട്ട് ഒരു കോള് വരും. ഇന്നെന്താ വേണ്ടത്? ബീഫുണ്ട്, പോർക്കുണ്ട്, മട്ടനുണ്ട്, ചിക്കനുണ്ട്. ഏതൊക്കെയാ വേണ്ടതെന്ന് പറ. ചേട്ടന് വല്ല മടിയുമുണ്ടോ? വേണ്ടതൊക്കെ ഓർഡർ ചെയ്യും. ജോമോനോ പീറ്ററോ വീട്ടിൽ കൊണ്ടുവന്ന് തരും. അവർക്ക് തിരക്കാണെങ്കിൽ കൊടുത്തയക്കും. നിൻ്റെയൊരു യോഗം. മൈക്കേൽ താടിക്ക് കൈതാങ്ങിക്കൊണ്ട് വിസ്മയം കൂറി. എടാ മൈക്കലേ, അത് വിട്. നമുക്ക് ഇവളുടെ കല്യാണം നടത്തണ്ടേ? അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചുമതല തീർന്നു. മേബിളിനെ നോക്കി ചെറുചിരിയോടെ ശൗരിക്കുട്ടി പറഞ്ഞു. എന്നെ ഇപ്പം ആരും ഓടിച്ചിട്ട് കല്യാണം കഴിപ്പിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കെട്ടിയിട്ട് മതി. മേബിൾ നാണം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. ഇല്ല, നിന്നെ കെട്ടിച്ചിട്ടേയുള്ളൂ. ഞാൻ പലയിടത്തും നോക്കുന്നുണ്ട്. നിനക്ക് പറ്റിയ ഒരു ചെറുക്കനെ, കൊള്ളാവുന്ന ഒരുത്തിനെ വേണ്ടേ? ഞാൻ തപ്പിയെടുത്തോളാം എവിടുന്നെങ്കിലും. വേണ്ടെന്നേ, മേബിൾ കെഞ്ചി. നീ വല്ലവരെയും നോക്കി വച്ചിട്ടുണ്ടെങ്കിൽ പറ, അതും പരിഗണിക്കാം. ഞാനോ? മേബിൾ നെഞ്ചിൽ കൈവച്ചു. അതെന്താ, നിനക്ക് ആണൊരുത്തിനെ ഇഷ്ടപ്പെടാൻ തോന്നിയിട്ടില്ലേ? ഇവളെ കൊണ്ട് അതിനൊന്നും കൊള്ളത്തില്ല ശൗരിക്കുട്ടി, ലൈസാമ്മ പറഞ്ഞു. നീ കാണാനൊക്കെ സുന്ദരിയാണ്. നിന്നെ പ്രേമിച്ചോട്ടെന്നോ കെട്ടിക്കോട്ടെന്നോ ഒരുത്തിനും ഇന്നേ വരെ ചോദിച്ചിട്ടില്ലേ? ചിരിയും കണ്ണിറക്കലും ചൂളമടിയുമൊക്കെ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും പുറകിന് വരുന്ന കണ്ട ഞാൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുക്കും. ഒരിക്കൽ ഞാൻ റോഡേ നടന്നു വരുമ്പം ഒരുത്തൻ ആനയെ നടത്തിക്കൊണ്ട് വരുന്നു. അവൻ ആനപ്പുറത്തിരുന്നുകൊണ്ട് എന്നെ കണ്ണടച്ച് കാണിച്ചു. എന്നിട്ടൊരു ഫ്ലൈയിങ് കിസ്സും. ഹോ, ഞാനൊന്ന് ബോധം കെട്ടു വീഴേണ്ടതായിരുന്നു. മേബിൾ പറഞ്ഞത് കേട്ട് ശൗരിക്കുട്ടി പൊട്ടിച്ചിരിച്ചു. ഞാൻ വേറൊരു കല്യാണം കഴിക്കാമെന്ന് ഏറ്റുപോയി. അല്ലെങ്കിൽ ഞാൻ നിന്നെ കെട്ടിയനെ, ശൗരിക്കുട്ടി തമാശ മട്ടിൽ പറഞ്ഞു. എനിക്കറിയാം, അറയ്ക്കലെ സുന്ദരി പെണ്ണിനെയല്ലേ, മേബിൾ പരിഭവ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ശൗരി കൂട്ടിച്ചേർത്തു. ആ കല്യാണം നടക്കുമോ? മേബിൾ സംശയം പ്രകടിപ്പിച്ചു. പിന്നെ നടക്കാതെ. എന്നാ കുഴപ്പം? ശൗരി അവളെ സൂക്ഷിച്ചു നോക്കി. ആ പെണ്ണിന് ഇഷ്ടമല്ലല്ലോ. അവളുടെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമാ ഞാൻ നടത്തണത്. ചേട്ടായിക്ക് അവളോട് വലിയ സ്നേഹമൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ അതുതന്നെ വേണമെന്ന് വാശി? കാരക്കാട്ട് ഡാൻഡസ് എന്ന് പേരുള്ള ഒരുത്തനുണ്ട്. സൈമൺ തരകൻ്റെ ഇളയമോൻ, സംഗീതജ്ഞൻ, വയലിനിസ്റ്റ്. അവളെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ പാട്ടുപെട്ടി പൂട്ടും. അത് പൂട്ടിക്കാൻ വേണ്ടിയാ. ശൗരിയുടെ കണ്ണിൽ അന്നേരം പകയുടെ വൈരപ്പൊടി മിന്നി. മേബിൾ വല്ലായ്മയോടെ അവനെ നോക്കി നിന്നു. ശൗരിക്കുട്ടി വീട്ടിലെത്തിയപ്പോൾ മുറ്റത്ത് ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. റെജീനയും ജോജോയും കൂടി എമിലിയെ സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ്. മുറ്റത്ത് കാർ നിർത്തി ഇറങ്ങിയപ്പോഴേ ശൗരിക്കുട്ടി വീട്ടിനുള്ളിൽ നിന്ന് വാദപ്രതിവാദ കോലാഹലം കേട്ടു. അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ശൗരിക്കുട്ടി വരാന്തയിലേക്ക് കയറി ചെന്നു. എമിലിയും കുഞ്ഞെന്നെയും വാതിൽക്കലെത്തി. എന്താ ഇതിനകത്ത് വലിയ ബഹളം? റെജിയ, അവൾ ഏതാണ്ടൊക്കെ വിളിച്ചു പറയണ. അവൾക്ക് ഒരു കാര്യവും ഉള്ളതല്ല. അല്ലെന്ന് ആര് പറഞ്ഞു? എമിലിയെ തള്ളി മാറ്റിക്കൊണ്ട് റെജീന വരാന്തയിലേക്ക് ഇറങ്ങി. എന്നിട്ട് ബദ്ധശത്രുവിനെ എന്ന പോലെ ശൗരിയെ നോക്കി. കാരക്കാട്ടെ ഡാൻഡസും
അറയ്ക്കൽ ചാർലി സാറിൻ്റെ മോളും തമ്മിലുള്ള കല്യാണം നീ മുടക്കാൻ പോണെന്ന് കേട്ട് ശരിയാണോ? ആണ്, ശരിയാണ്, ശൗരിക്കുട്ടി ലാഘവത്തോടെ പറഞ്ഞു. എന്നിട്ട് നീ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോണെന്ന് കേട്ടു. അതും ശരിയാണ്. ശൗരിക്കുട്ടി മാറത്ത് കൈകെട്ടി തൻ്റെ ഇളയമ്മയെ ഇമ്മ വെട്ടാതെ നോക്കി. ഈ സ്ത്രീ തനിക്ക് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ ഒന്നും ശൗരി മറന്നിട്ടില്ല. തന്നോട് കാണിച്ചിട്ടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കാഞ്ഞിരം പോലെ കഴിച്ചു കിടപ്പുണ്ട്. റെജീനയോട് ശൗരിക്കുട്ടി പകരം വീട്ടാതിരിക്കുന്നതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. എമിലിയുടെ കഷ്ടപ്പാടുകളിൽ റെജീന അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. എന്നാ നിന്റെ പൂതി നടക്കത്തില്ല. ഞാനാണ് പറയണത് റെജീന. നെഞ്ചത്തു തൊട്ട് റെജീന വെല്ലുവിളിച്ചു. നിങ്ങൾ ചിലയ്ക്കാണ്ട് നിങ്ങളുടെ വീട്ടിൽ പോ, ശൗരിക്കുട്ടി വെറുപ്പോടെ പറഞ്ഞു. നീ ആരാണെന്നാ നിന്റെ വിചാരം? എടാ, കുറച്ച് പുത്തൻ കാശും കാറും ബോട്ടും ആൾബലവും ഉണ്ടെന്ന് വെച്ച് നീ ഒരിക്കലും ഡാൻഡസിന് പകരക്കാരനാവത്തില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവൻ സ്നേഹിക്കുന്ന പെണ്ണ അവള്. അവനും അവളും തമ്മിലുള്ള കല്യാണം മുടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ സമ്മതം ആര് ചോദിച്ചു? ആർക്കു വേണമത്? നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോ. എന്നോട് വഴക്കിന് വരണ്ട. നിന്നോട് തന്നെയാ പറയുന്നേ. അറയ്ക്കൽ ചാർലി സാറിൻ്റെ മോളെ കെട്ടാമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അമ്മ, ഇവരോട് പോകാൻ പറ, അല്ലെങ്കിൽ അമ്മ വിളിച്ചോണ്ട് പോ. ശൗരിക്കുട്ടിക്ക് മുഷിഞ്ഞു. എടാ, നീ ആരാണെന്നാ നിന്റെ വിചാരം? നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നും നീ വലിയ കേമനാണെന്നുമൊക്കെ. കാരക്കാട്ടുകാരെ നശിപ്പിക്കുമെന്ന് നീ ശപഥം ചെയ്തിട്ടുണ്ടല്ലോ. കാരക്കാട്ടുകാര് ആരാണെന്ന് നിനക്കറിയാമോ? ഇല്ല. നിന്റെ ശപഥം, നിന്റെ പ്രതികാരം. നീ കല്യാണം മുടക്കാനായിട്ട് വാ, ഞാൻ എല്ലാം പൊളിച്ചു തരാം. റെജീന വീറോടെ മുറ്റത്തേക്കിറങ്ങി. ജോജോയെ വിളിച്ചു. ജോജോ മുറിയിൽ നിന്ന് തല കുനിച്ച് ഇറങ്ങി. എമിലിയോട് മൂകമായി യാത്രാ അനുവാദം തേടി. പിന്നെ മുറ്റത്തേക്കിറങ്ങി ബൈക്ക് സ്റ്റാർട്ടാക്കി റെജീനയെയും കയറ്റി ഓടിച്ചുപോയി. അടുത്ത ഭാഗം നാളെ.